ഹലോ എവരി വൺ, ഞാൻ സലിൻ. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങളൊരു 4 ദിവസത്തെ ഗോവ ട്രിപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ കൂടെ എൻ്റെ വൈഫ്, ബ്രദറിൻ്റെ വൈഫ്, ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്നും മഡ്ഗാവിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്. ഏകദേശം ഒരു 15 മണിക്കൂർ യാത്രയുണ്ട്. എറണാകുളത്ത് നിന്നും സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ എടുക്കുകയാണെങ്കിൽ 1150 ആണ് റിട്ടേൺ ഫെയർ. അതുപോലെ 3 ടയർ AC ആണെങ്കിൽ 4300, അതുപോലെ 2 ടയർ ആണെങ്കിൽ 5620. പിന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് ബൈ ബസ്സാണ്. അത് നമുക്കൊരു 2000 തൊട്ട് 2200 വരെ കിട്ടും. ട്രാവൽ ടൈം ഏകദേശം 16 മണിക്കൂറാണ്. ഞങ്ങൾ എയർ ടിക്കറ്റ് എടുത്തത് 7700 രൂപയാണ് പെർ പാക്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഇത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തതാണ്. ഒരു 2 ആഴ്ച മുമ്പ് ഫെയർ 6500 നമ്മളൊരു 3 മാസം മുമ്പ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീപ്പറായിട്ടുള്ള റേറ്റ്സ് കിട്ടും. ഫ്ലൈറ്റിൽ ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗോവയിൽ എത്തിച്ചേരാം. കറക്റ്റ് ടൈമിന് തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. 6:05 ഗോവയിൽ 2 എയർപോർട്ടാണുള്ളത്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഒന്ന് ഡബോലിൻ എയർപോർട്ട്, അത് സൗത്ത് ഗോവയിലും. അടുത്തത് പുതിയ എയർപോർട്ടാണ് ന്യൂ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് മോപ്പയിലാണ്, നോർത്ത് ഗോവയിൽ. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും 4 എയർലൈൻസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊച്ചി ടു ഗോവ. അത് ഇൻഡിഗോ, എയർ ഇന്ത്യ, വിസ്താര, എയർ ഏഷ്യയാണ്. ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഡയറക്റ്റ് ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം കണക്റ്റിംഗ് ആണ്. എയർ ഇന്ത്യ ആയാലും വിസ്താര ആയാലും എയർ ഏഷ്യ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് നോർത്ത് ഗോവയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് ഇൻഡിഗോയും അതുപോലെ തന്നെ വിസ്താരയാണ്. അത് പക്ഷേ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അല്ല, വയ ബോംബെ, വയ ബാംഗ്ലൂർ അങ്ങനെയാണ്. പക്ഷേ അവിടത്തേക്കുള്ള ഫെയർ വളരെ കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ ഗോവ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. 7:20 ഇവിടെ ലാൻഡ് ചെയ്തത്. ലഗേജിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പിലാണ്. ലഗേജൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജുമായിട്ട് 7:30 തന്നെ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ ഉബറും ഓല സർവീസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗോവ മൈൽസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതൊരു ഓൺലൈൻ ടാക്സി ബുക്കിംഗ് ആണ്. നമുക്ക് ഡബോലിൻ എയർപോർട്ടിൽ നിന്നും കലങ്കോടേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ കരിഷ്മ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നിന്നും ഒരു 40 കിലോമീറ്ററാണ് അവിടത്തേക്കുള്ള ദൂരം. ടാക്സി ഫെയർ വന്നത് 1350 നമ്മൾ SUV ആണ് എടുത്തത്, എർട്ടിക. നമുക്ക് വേണമെങ്കിൽ ഹാച്ച് ബാഗ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സെഡാൻ എടുക്കാം. അതിന് റേറ്റ്സ് കുറവാണ്. ബാഗേജ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതാണ് ഓപ്റ്റ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ടോൾ ഫീ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. അതുപോലെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ പാർക്കിംഗ് ചാർജസ് ഇതൊക്കെ എക്സ്ട്രാ ആണ്. മൈൽസിൻ്റെ ആപ്പിൽ നമുക്ക് ക്യാഷ് ഇൻ അഡ്വാൻസ് പേ ചെയ്യണം. അത് ഗൂഗിൾ പേ വേണമെങ്കിൽ അങ്ങനെ, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്യാഷ് പക്ഷേ നമ്മൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റൂ. എയർപോർട്ട് എക്സിറ്റിൽ തന്നെ 50 റുപ്പീസ് ടോൾ ഫീ ഉണ്ട്. നമുക്ക് ചീപ്പർ റേറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡബോലിൻ ഗോവ എയർപോർട്ടിൽ നിന്ന് കലങ്കോടിലേക്കുള്ള പ്രൈവറ്റ് ബസ് കിട്ടും. അത് ഇലക്ട്രിക് ബസ്സാണ് എയർപോർട്ടിൽ നിന്നുള്ള സർവീസ്. ഏകദേശം 75 മിനിറ്റോളം എടുക്കും കലങ്കോട് എത്താൻ. നമ്മൾക്ക് കാറിൽ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്കെത്താം. ഇലക്ട്രിക് AC ബസ്സാണുള്ളത്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇൻ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ ചില സമയത്തൊക്കെ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. അത് പഞ്ചിം ബസ് ഡിപ്പോയിൽ നിർത്താറുണ്ട്. ഇത് ഗവൺമെൻറ് ഓഫ് ഗോവയുടെ ബസ്സാണ്. കടമ്പ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സുവാരി ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് സൗത്ത് ഗോവയും നോർത്ത് ഗോവയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ഉള്ളത് NH66 സുവാരി റിവർ എന്ന് പറയുന്നത് 2 വില്ലേജസിൻ്റെ ഇടയ്ക്കാണുള്ളത്. അതായത് അഗാക്കയും അതുപോലെ തന്നെ കോട്ടാലിയും, ഈ 2 വില്ലേജസിന് ഇടയ്ക്കൂടിയാണ് സുവാരി ബ്രിഡ്ജ് പണിഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മീറ്റർ മാറിക്കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട്. സുവാരി ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് 1225 മീറ്ററാണ്. ഗോവയിൽ ആകെ 11 റിവേഴ്സാണുള്ളത്. ഇതിലുള്ളത് മണ്ടോവി, സുവാരി, മൻഡ്രെ, സാൽ, ഗൽജിബാഗ്, സലേറി, കോൽവൽ, തൽപോന, തെരേക്കോൽ, ബാഗ ആൻഡ് ഹർമൽ. സൗത്ത് ഗോവയിലും നോർത്ത് ഗോവയിലും നമുക്ക് വെറൈറ്റി ഓഫ് അട്രാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ബീച്ചസ് ഉണ്ട്, ഫോർട്ട്സ് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്, ചർച്ചസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ബാർസ്, പബ്സ്, കാസിനോസ്, ഫുഡ് ജോയിൻസ്, അങ്ങനെ പലതും ഉണ്ട്. ഗോവയിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റീസാണ്. കലങ്കോട് ബീച്ചിലാണ് ഏറ്റവും നല്ല വാട്ടർ സ്പോർട്സ് ഉള്ളത്.
ഇവിടുത്തെ ഫേമസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബമ്പർ റൈസ്, ബനാന റൈഡ്, സ്പീഡ് ബോട്ട് റൈഡ്, ജെറ്റ് സ്കീയിങ്, അതുപോലെ തന്നെ പാരാസെയിലിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് ആണ്. ഇതും മൺസൂൺ സീസണിലില്ല. ഞങ്ങൾ നേരത്തെ തന്നെ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസ് കലങ്കൂടിലുള്ളതൊക്കെ നോക്കി വെച്ചിരുന്നു. വെൽക്കം ടു കലങ്കൂട് റെസിഡൻസി. ഇതൊരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഇത് കലങ്കൂട് ബീച്ചിനടുത്ത് ഉള്ള GTDC, അതായത് ഗോവ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള റിസോർട്ടാണ്. കരിഷ്മ ഗ്രാൻഡിൽ നിന്ന് നേരെ വന്ന് കലങ്കൂട് ബീച്ചിലെത്തിയപ്പോൾ ആദ്യം കണ്ട റിസോർട്ട് ഇതാണ്. റിസപ്ഷനിൽ ഗോവ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുറേ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിവിടുത്തെ റിസപ്ഷൻ ഏരിയയാണ്. ഇത് കലങ്കൂട് റെസിഡൻസിയിലെ റൂം ടാരിഫിൻ്റെ ലിസ്റ്റാണ്. ഓഫ് സീസണിൽ ഈ റൂമിൻ്റെ റേറ്റ്സ് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇവിടെ നോർത്ത് ഗോവ, സൗത്ത് ഗോവ, ഇവിടേക്കുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൂർ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തത് AC ഡീലക്സ് റിസോർട്ട് സ്വീറ്റാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ സ്വീറ്റ് റൂം. പക്ഷേ ഇവിടെ ലിഫ്റ്റൊന്നുമില്ല, നമുക്ക് നടന്ന് കയറേണ്ടി വരും. പിന്നെ ലഗേജ് എടുക്കാൻ ആളുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്. AC ഡീലക്സ് കോട്ടേജ്, AC ഡീലക്സ് റിസോർട്ട് ഫ്രണ്ട്, AC ഡീലക്സ് സൈഡ് വ്യൂ, അതുപോലെ തന്നെ AC ഡീലക്സ് റിസോർട്ട് സ്വീറ്റ്. നമ്മളെടുത്തിരിക്കുന്ന റൂമാണ് ഇത്. AC ഡീലക്സ് റിസോർട്ട് സ്വീറ്റാണ്. കയറി വരുമ്പോൾ തന്നെ വലിയൊരു സോഫ സെറ്റ്, അതിനോട് ചേർന്ന് തന്നെ വാഷ്റൂം ഒക്കെ നല്ല ക്ലീനാണ്. ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ ടവല്, ഗീസർ, അതുകൊണ്ട് ഹോട്ട് വാട്ടറിൻ്റെ പ്രശ്നമില്ല. പിന്നെ റൂംസൊക്കെ വളരെ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ബേസിക് അമ്യൂണിറ്റീസ് എയർ കണ്ടീഷനിങ്, വാർഡ്രോബ്, കെറ്റിൽ, മിനി ലോക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വീറ്റ് റൂമിന് അവരുടെ ചാർജ് ഇട്ടിരിക്കുന്നത് 6384 ആണ്. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ 2 റൂമിനും കൂടെ 11,490 ആയി. ഇത് ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ് ആൻഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ നിർഭാഗ്യവശാൽ ഇവിടെയുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ കിട്ടാറില്ല. ഹോട്ടലിനുള്ളിൽ വൈഫൈ വേണമെന്നുണ്ടെങ്കിൽ താഴെ റിസപ്ഷനിൽ പോകണം. കലങ്കൂട് ബീച്ചിന് തൊട്ടരികിലായതുകൊണ്ട് ഇവിടെയുള്ള റിസോർട്ട്സിലൊക്കെ റേറ്റ് വളരെ കൂടുതലാണ്. പീക്ക് സീസണിലൊക്കെ ഇവിടെ 7,500 മുകളിലാണ് ഈ റൂമിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഈ റൂമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അടിപൊളി. നമ്മൾ റൂം തുറന്ന് നേരെ ബാൽക്കണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് വ്യൂ ആണ്. അടിപൊളി ലൊക്കേഷൻ, നല്ല ആംബിയൻസ് ആണ്, നല്ല കാറ്റ്, അടിപൊളി വൈബാണ്. ഒരു 2 മിനിറ്റ് നടന്നാൽ മതി നമുക്ക് ബീച്ചിലേക്ക്. പിന്നെ മറ്റു റൂമിൻ്റെയൊക്കെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഡീലക്സ് കോട്ടേജിന് 4,480 ആണ്. പിന്നെ AC ഡീലക്സ് റിസോർട്ട് ഫ്രണ്ട് വ്യൂ ഉള്ളത് 5,600. പിന്നെ AC ഡീലക്സ് സൈഡ് വ്യൂ ഉള്ളതുണ്ട് 5,040. പിന്നെ എക്സ്ട്രാ പേഴ്സണ് 25% പെർ റൂം ടാരിഫ് ഉള്ളത്. പിന്നെ കുട്ടികൾക്ക്, അതായത് 3 to 11 ഇയേഴ്സിന് 560 പെർ ഹെഡാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകപ്പാട് ഒച്ചയും ബഹളവും ഒക്കെയാണ്. ആകപ്പാട് ഒരു പാർട്ടി മൂഡാണ്. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിന് അടുത്തായതുകൊണ്ട് രാത്രിയിൽ ഭയങ്കര നോയ്സി ആയിരിക്കും, ഭയങ്കര ക്രൗഡായിരിക്കും ഇവിടെ. മ്യൂസിക് ഒരു മിഡ് നൈറ്റ് വരെ ഉണ്ടാകും. ഏർലി മോർണിംഗ് വ്യൂ ആണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. നല്ല കാറ്റും നല്ല ക്ലിയർ സ്കൈ. പിന്നെ ഈ റിസോർട്ടിൽ നല്ല പാർക്കിംഗ് സ്പേസ് ആണ്. പാർക്കിംഗ് ഫ്രീ ആണ് ഇവിടെ. നമ്മൾ രാവിലത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവർക്ക് സ്വന്തമായിട്ട് കിച്ചണോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവർക്കുള്ളത് ഒരു ടൈപ്പാണ്. വൺ കലങ്കൂട് ബീച്ച് ക്ലബ്ബ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെയാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ പൂള് ഞാൻ കാണിച്ചു തരാം. ചെറിയ പൂളാണ്, ചെറിയ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളിന് ബാക്കിൽ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ ആദ്യം പോയി കണ്ടത്. റൂമൊക്കെ സ്പേഷ്യസ് ആണ്, ബാത്റൂം ക്ലീനാണ്, റൂംസ് ക്ലീനാണ്. പക്ഷേ ആ പോകുന്ന വഴിയെല്ലാം
ഭയങ്കര സ്മെല്ലാണ്, ഒരു വൃത്തികെട്ട സ്മെല്ലും, അതുപോലെ തന്നെ ആ പാസേജ് എല്ലാം വെള്ളമായി കിടക്കുമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ സീ ഫേസ് സ്വീറ്റ് റൂം ബുക്ക് ചെയ്തത്. പിന്നെ പൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലീനാണ്. പിന്നെ കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂൾ ഇല്ല. പിന്നെ ഇതൊരു പോപ്പുലർ ഈവൻറ്റ് വെന്യൂ ആണ്. സെലിബ്രേഷൻസിന്, ഫ്രണ്ട്സ് ഗ്യാതറിങ്സ്, ബിസിനസ് മീറ്റിംഗ്സിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതാണ് വൺ കലങ്കോട് ബീച്ച് ക്ലബ്ബ് എന്ന് പറയുന്ന ഹോട്ടൽ എന്നല്ല, ഇവിടെ നല്ലൊരു ജോയിൻ്റ് ആണ് കേട്ടോ. ബീച്ചിനോട് ചേർന്നാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്ക് നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. പൂരി, ബാജി, ഇഡലി, സാമ്പാർ, ചട്നി, ചായ, കോഫി, പിന്നെ ലൈവ് ദോശ, പിന്നെ ഓംലെറ്റ് ലൈവായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ ബ്രെഡ്, ജാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലിമിറ്റഡ് ചോയ്സാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഈവനിങ്ങിന് സ്നാക്സൊക്കെ കഴിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിലിടാം. നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ബാറൊക്കെ ഓപ്പണായി. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഫുഡ് വാസ് നൈസ്. രാവിലെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ബിറ്റ്വീൻ 8 AM to 11 AM ആണ്. ഏകദേശം 180 ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റാണ്. പിന്നെ കലങ്കോട് റെസിഡൻസി ഒരു പെർഫെക്റ്റ് പ്ലേസ് ഫോർ സെലിബ്രേഷൻസ്, ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിങ്സ്, ബിസിനസ് മീറ്റിംഗ്സ്, ഇതിനൊക്കെ പറ്റിയൊരു ജോയിൻ്റാണ്. പിന്നെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോട്ടൽ 24 hour ഫ്രണ്ട് ഡെസ്ക് ഉണ്ട്, റൂം സർവീസ് ഉണ്ട്, ബാഗേജ് സ്റ്റോറേജ്, പിന്നെ നല്ല പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി, അതുപോലെ ഹെൽപ്ഫുള്ളാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്കാണ് വരുന്നത്. പിന്നെ നോർത്ത് ഗോവയിൽ കലങ്കോട് ബീച്ചിനടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിയർ ബൈ അട്രാക്ഷൻസ് ഒത്തിരി ഉണ്ട്. അതായത് ഫോർഡ് അഗോഡ, സെൻറ്റ് അലക്സ് ചർച്ച്, അതുപോലെ ബെൻസ് സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം, അതുപോലെ ബാഗ ബീച്ച്, ഇതൊക്കെ അടുത്ത് തന്നെയാണുള്ളത്. പിന്നെ ഈ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ വൈൻ ഷോപ്സ്, ടാറ്റു പാർലേഴ്സ്, സോവനിയർ സ്റ്റോഴ്സ്, അങ്ങനെ റെസ്റ്റോറൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കലങ്കോട് റെസിഡൻസിയിൽ റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് വൺ കലങ്കോട് ബീച്ച് ക്ലബ്ബുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ വല്ല സ്നാക്സും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വൺ കലങ്കോട് ബീച്ച് ക്ലബ്ബ് ഒരു സീ ഫേസിംഗ് മൾട്ടി ക്യൂസിൻ കാഷ്വൽ ഡൈനിങ് റെസ്റ്റോറൻ്റാണ്. അറേബ്യൻ സീ ആണ് തൊട്ടരികിൽ തന്നെ. അപ്പോൾ ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. കലങ്കോട് ബീച്ച് ക്ലബ്ബ് ഒരു പെർഫെക്റ്റ് ജോയിൻ ഫോർ ബീച്ച് ഷോ എൻ്റർടൈൻമെൻറ്റ്, ബൂസി കോക്ടെയിൽസ്, അതുപോലെ തന്നെ ഡിലീഷ്യസ് മിക്സ് ഓഫ് ക്യൂസിൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ ബീച്ച് ക്ലബ്ബിന് ഒരു 180 പീപ്പിളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സീ ഫേസിംഗ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ചോയ്സ് ഫോർ പ്രൈവറ്റ് പാർട്ടീസ്, കോർപ്പറേറ്റ് ഈവൻറ്റ്സ്, അതുപോലെ വെഡ്ഡിംഗ് പാർട്ടീസ്, ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ലൊക്കേഷൻ ഈസ് ബ്യൂട്ടിഫുൾ. ഈ ബീച്ചിൽ എന്ത് കടന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം. അതുപോലെ സ്പെഷ്യലി നമുക്ക് സൺസെറ്റ് കാണാം. പിന്നെ ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റി സൂപ്പർബാണ്. ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം. ചൂട് ഗുലാബ് ജാമുൻ, തണുത്ത ഐസ്ക്രീം. ഓക്കെ, സംഭവം കൊള്ളാം അല്ലേ? എന്താ സാധനം? ബോംബെ സാൻഡ്വിച്ച്. ബോംബെ സാൻഡ്വിച്ച് കഴിച്ചു നോക്കൂ. ചാറ്റ് മസാല. ചാറ്റ് മസാല പൊട്ടറ്റോ വയ്ക്കാത്ത പെരുംജീരകൊക്കെ. ആ ഓക്കെ, കൊള്ളാം അല്ലേ? ഇതെന്താ കഴിക്കാ? सिसलिंग ब्राउन. हाँ, ये हम खाएंगे. और सैंडविचेस कौन से हैं? चिकन सैंडविच. പ്രൈസിങ് ഈ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ, ഇവിടുത്തെ വ്യൂ വെച്ച് നോക്കുമ്പോൾ അത്ര കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഓഫ് സീസണാണ്, മൺസൂൺ സമയമാണ്, അതുകൊണ്ട് പുറത്ത് ഷാക്സ് ഒന്നും ഇപ്പോൾ അവർ വെച്ചിട്ടില്ല. പീക്ക് സീസണിൽ ഇവിടെ നമുക്ക് വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ റെസ്റ്റോറൻറ്റിൽ ഒരു സീറ്റ് കിട്ടാൻ. അതുപോലെ തിരക്കായിരിക്കും. ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയുണ്ട്? ആ കണ്ണ, നമ്മുടെ ഈ ലൈറ്റ് ലഘുഭക്ഷണം എത്രയായി? 1342. കുറേ ഐറ്റംസ് കഴിച്ചത്. ഒത്തിരി ഐറ്റംസ് കഴിച്ചു. ഡെസേർട്ട് ഒത്തിരി ഐറ്റംസ് മതി, കുഴപ്പമില്ല. ബർഗർ, ചിൽ. അങ്ങനെ ലഘുഭക്ഷണം കഴിക്കാൻ പോയി നമ്മൾ മട്ക കുൾഫി, ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം, അതുപോലെ സിസിലി ബ്രൗണി ചോക്ലേറ്റ്, പിന്നെ ബോംബെ സാൻഡ്വിച്ചസ്, ബർഗേഴ്സ്,
സാൻഡ്വിച്ചസ് അങ്ങനെ പലതും കഴിച്ചു. ഇത്രയൊക്കെ കഴിച്ചിട്ടും ബില്ല് വന്നത് 1342 ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നി. ഇത്രയൊക്കെ ഐറ്റംസ് കഴിച്ചിട്ട് 1342 ആയിട്ടുള്ളൂ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ പുറകിൽ നിന്ന് വീണ്ടും വിളി വന്നു. അവർ പറഞ്ഞു വേറൊരു ബില്ല് കൂടി ഉണ്ടെന്ന്. പിന്നീടാണ് മനസ്സിലായത് ഈ റെസ്റ്റോറൻറ്റിൽ 2 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. അതായത് ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നും പിന്നെ ബർഗേഴ്സ് അതുപോലെ തന്നെ സാൻഡ്വിച്ചസ് ഒക്കെ പുറത്തുള്ള ഔട്ട്ലെറ്റും അതും ഇവരുടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബില്ല് സെപ്പറേറ്റ് ആണ് തന്നത്. അപ്പോൾ അവർ ബില്ല് തന്നപ്പോൾ ഒന്ന് മാത്രമാണ് തന്നത്. അത് അവരുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അതിന് ആയത് 699 ആണ്. അപ്പോൾ 2041 ആണ് ഇത്രയും ഭക്ഷണം കഴിച്ചപ്പോൾ ചാർജ് ചെയ്തത്. 699, 1300 plus 6,000. പാർട്ടി ലവേഴ്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല ജോയിൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ സ്റ്റാഫൊക്കെ വളരെ നല്ല സർവീസാണ് തരുന്നത്. പിന്നെ നൈറ്റിലെ ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് വേറെ ലെവലാണ്. കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ഭയങ്കര അടിപൊളി സംഭവമാണ്. കാരണം പാർട്ടി ലവേഴ്സിനൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ താമസിക്കുന്ന കലങ്കൂർ റെസിഡൻസിയിലേക്ക് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കലങ്കൂർ ബീച്ച് ക്ലബിൻ്റെ റെസ്റ്റോറൻ്റാണ്. ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ കലങ്കൂർ ബീച്ചിലെ നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് ഓഫ് സീസണാണ്. അപ്പോൾ ഓഫ് സീസണിൽ കലങ്കൂടിലെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കലങ്കൂട് ബീച്ച് ഗോവയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ്. ഇവിടുത്തെ ലൈവ്ലി അറ്റ്മോസ്ഫിയർ അതുപോലെ ബീച്ച് ആക്ടിവിറ്റീസ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ നൈറ്റ് ലൈഫ് ഡ്യൂറിങ് മൺസൂണിൽ ഇവിടെ ക്രൗഡ് വളരെ കുറവാണ്. കലങ്കൂടിലെ ബീച്ച് ആക്ടിവിറ്റീസ് അതുപോലെ നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലങ്കൂട് ബീച്ച് ഇവിടെ വാട്ടർ സ്പോർട്സ് അതുപോലെ തന്നെ ബീച്ച് ഫ്രണ്ട് ഷാക്സ് ഇതിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ പീക്ക് സീസണിൽ ഇവിടെ ഭയങ്കര ലൈവ്ലി ആയിരിക്കും. അതായത് ഭയങ്കര മ്യൂസിക്കും കളർഫുൾ ലൈറ്റ്സും പിന്നെ ഫുഡ് അതുപോലെ തന്നെ നൈറ്റ് ആക്ടിവിറ്റീസ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ക്രൗഡൊന്നുമില്ല. അതുപോലെ തന്നെ അല്പം പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. മൺസൂണിൽ വരികയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ജൂൺ ടു സെപ്റ്റംബർ ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, കാമാൻ ക്വയറ്റായിരിക്കും. ഓഫ് സീസണിൽ വരുന്ന സമയത്ത് ഇവിടെ ബീച്ച് ഷാക്സ് അതുപോലെ റെസ്റ്റോറൻറ്റ്സ് പലതും ഒക്കെ അടച്ചിട്ടുണ്ടാവും. ലിമിറ്റഡ് ഓപ്പറേഷൻസേ ഉണ്ടാവുള്ളൂ ഡ്യൂ ടു ദിസ് റെയിനി വെതർ. അതുപോലെ സീ കണ്ടീഷൻസും മോശമാണ്. അപ്പം ഈ ഷാക്സും ഇതൊക്കെ കൂടുതലൊന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതുപോലെ കുറച്ച് ഷാക്സൊക്കെ ഓപ്പണാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്യാം. ഇപ്പോൾ പിന്നെ ബീച്ചിൽ അധികം ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ബീച്ച് സൈഡിൽ ഡിന്നർ വിത്ത് ക്യാൻഡിൽ ലൈറ്റ് ടേബിൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ ക്രൗഡഡൊന്നുമില്ല. പക്ഷേ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഈ ഷാക്കിൽ. അപ്പോൾ നമുക്ക് ഏതായാലും അകത്ത് പോയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വന്ന സമയത്ത് തന്നെ 2 തവണ ഇവിടെ മഴ പെയ്തു. നമ്മൾ 4:30 കലങ്കൂട് ബീച്ച് ക്ലബ്ബിൽ നിന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഷാക്ക് റെസ്റ്റോറൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അധികം ഷാക്ക് റെസ്റ്റോറൻറ്റ്സ് ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നല്ല കളർഫുള്ളാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഐ ലവ് ഗോവ. മഴ പെയ്യുമ്പോൾ പുറത്തിരിക്കുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് ഉള്ളിലേക്ക് ഓടും. സോ നമ്മൾ വിചാരിച്ചു നമ്മൾ അകത്ത് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉള്ളിലേക്ക് വരേണ്ടി വരും. സോ നമ്മൾ പ്രിഫർ ചെയ്തത് അകത്തിരിക്കാൻ തന്നെയാണ്. അകത്തും കുറേ ചെയർസൊക്കെ വെള്ളമായിട്ടിരിക്കുകയാണ് മഴ പെയ്തപ്പം. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നൈറ്റ് ലൈഫ് ഓപ്ഷൻസ് നമ്മൾ മൺസൂണിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ വരുന്ന സമയത്ത് ടു ചെക്ക് വിത്ത് ലോക്കൽ സോഴ്സസ് അതുപോലെ അല്ലെങ്കിൽ ഓൺലൈൻ റിവ്യൂസ് നോക്കുക. ആ സമയത്തുള്ള അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അകത്തിരിക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വെജ് മാംഗോ സൂപ്പ് വന്നിരിക്കുകയാണ്. ഒന്ന് ടേസ്റ്റ് നോക്കി. വെജ് എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കും. വെജാണ്. എന്താണ് സാധനം? ഹണി ചില്ലി പൊട്ടറ്റോ. ഓക്കെ, കഴിച്ചു നോക്കൂ. മധുരം.
ചിക്കൻ ടിക്ക. ഇതെന്തോ സംഭവം? ഇതെന്തോ? ആലു മട്ടർ. റൈസ് ഇതെന്തോ പറഞ്ഞു? ഫിഷ് കറിയാണ് അല്ലേ? ഊണല്ലേ? ഫ്രഷ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ആയിട്ടത് ആണോ? എന്തോ നോക്കാൻ ഒഴിച്ചോ പാരി. എങ്ങനെയുണ്ട് ഗോവൻ ഫിഷ് കറി? അത് ബോറ. മട്ടൻ്റെ ടേസ്റ്റാണ്. ഉണക്കമീൻ്റെ ഗ്രേവിക്ക് ഉണക്കമീൻ്റെ ടേസ്റ്റാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് വെജ് മാഞ്ചോ സൂപ്പ്, ഹണി ചില്ലി പൊട്ടറ്റോ, ചിക്കൻ ടിക്ക, ആലു മട്ടർ, ഗാർലിക് നാൻ, റൈസാണ്. പിന്നെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ സീ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ നേരത്തെ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഗോവൻ ഫിഷ് കറി. പോംഫ്രെറ്റിൻ്റെ ഫിഷ് കറിയാണ് ഓർഡർ ചെയ്തു. ടോട്ടൽ ഡിന്നർ കോസ്റ്റ് വന്നത് 3030 ആണ്. ഇതിൽ 1300 രൂപയാണ് ഗോവൻ പോംഫ്രെറ്റ് ഫിഷ് കറിക്ക് വേണ്ടി ചാർജ് ചെയ്ത്. വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, അത്രയ്ക്ക് മോശമായിരുന്നു. കാരണം ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റും ഗ്രേവിയൊക്കെ വളരെ മോശമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഈ ട്രോളിംഗ് പീരീഡ് ആയതുകൊണ്ട് ഫിഷിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതായത് ജൂൺ 1 തൊട്ട് 60 ഡേയ്സ് ഇവിടെ ട്രോളിംഗ് ആണ്. ഫിഷ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഫ്രോസൺ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഈ 1300-ന് അതൊരിക്കലും വെറുത്തല്ല. പിന്നെ പൊതുവേ ബീച്ച് ഷാക്സ് ഭയങ്കര പ്രൈസിയാണ്, കാരണം ഭയങ്കര കൂടുതലാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇഫ് യു ആർ ഓൺ എ ബഡ്ജറ്റ് ട്രിപ്പ് പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഓർഡർ ചെയ്യുക. പിന്നെ പാർട്ടി ലവേഴ്സ് എപ്പോഴും സീസണിൽ വരുന്നതായിരിക്കും നല്ലത്. കോക്ടെയിൽ പാർട്ടീസൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ കലങ്കോട് ബീച്ചിലെ രാവിലത്തെ കാഴ്ചകൾ കാണാം. ഇത് ബീച്ചിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് വാഷ്റൂമും അതുപോലെ തന്നെ ചേഞ്ചിങ് റൂമാണ്. ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഞങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഓഫ് സീസണിലാണ്, ജൂലൈ ലാസ്റ്റിൽ. ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിരക്ക് കുറവായിരിക്കും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. സാമാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കലങ്കോട് ബീച്ചിലെ ഒരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ പലരും വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. ഇപ്പോൾ വലിയ തിരക്കില്ല, പക്ഷേ സീസൺ ടൈമിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. ബാക്കിൽ കാണുന്നത് കലങ്കോട് റെസിഡൻസിയാണ്. പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റി ഇവിടെ. ഓഫ് സീസണിൽ വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. വാട്ടർ സ്പോർട്സ് ഒന്നും തന്നെ ഇല്ല. ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ ഷാക്സൊക്കെ വളരെ കുറവാണ്. എങ്കിലും ഉണ്ട്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഷാക്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. കലങ്കോട് ബീച്ച് ഗോവയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബീച്ചാണ്. കലങ്കോട് ബീച്ച് സ്ലൈറ്റ്ലി ലെസ് ക്രൗഡഡ് ആണ്. ബാഗ ബീച്ചും അതുപോലെ കാണ്ടോലം ബീച്ചിനെ കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ തിരക്ക് കുറവാണ്. ഗോവയിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റീസാണ്. കലങ്കോട് ബീച്ചിലാണ് ഏറ്റവും നല്ല വാട്ടർ സ്പോർട്സ് ഉള്ളത്. ഇവിടുത്തെ ഫേമസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബമ്പർ റൈസ്, ബനാന റൈഡ്, സ്പീഡ് ബോട്ട്, ജെറ്റ് സ്കീയിങ്, അതുപോലെ തന്നെ പാരാസെയിലിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. മൺസൂണിൽ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇത് ബീച്ച് ഗാർഡ്സിൻ്റെ ടവറാണ്. അവരിവിടെ എല്ലായ്പ്പോഴും കാണും. ഇപ്പോൾ നോക്കൂ, ബീച്ച് വളരെ കാലിയാണ്. ബോട്ടിങ്ങോ കാര്യങ്ങളോ ഇല്ല, വാട്ടർ സ്കീയിങ് ഇല്ല, പാരാസൈലിംഗ് ഇല്ല. ഇത് സീസൺ ടൈമിലാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ വാട്ടർ സ്പോർട്സും ഇവിടെ ഉണ്ടാകും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം നല്ല ഫോട്ടോസൊക്കെ ഇവിടെ എടുക്കാൻ പറ്റും. പിന്നെ ഓഫ് സീസണിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട് ഇവിടെ. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ പ്രൈസസ് ആയിരിക്കും. അക്കോമഡേഷന്, ഫ്ലൈറ്റ്, അതുപോലെ അതർ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസസിൽ കിട്ടും ഓഫ് സീസണിൽ. അതുപോലെ തിരക്ക് വളരെ കുറവായിരിക്കും. അതുപോലെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് എല്ലാത്തിനും നമുക്ക് കൂടുതൽ കിട്ടും. മഴ സമയത്ത് വരുമ്പോൾ വേറെ ഒരു ആംബിയൻസ് ആണ്. പിന്നെ ഓഫ് സീസണിൽ വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനി വെതർ ആയിരിക്കും. അതുപോലെ വാട്ടർ സ്പോർട്സ് ഒന്നും ഉണ്ടാവില്ല. ബിസിനസ്സൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഡൈനിങ്, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് തണുപ്പുണ്ടെങ്കിലും മഴ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. പിന്നെ ദൂരെ കാണുന്ന ഹില്ല് കണ്ടോ, അതാണ് ബാഗ ബീച്ച്. അതായത് ഈ കലങ്കോട് ബീച്ച് അവസാനിക്കുന്നിടത്താണ് ബാഗ ബീച്ച് തുടങ്ങുന്നത്. ബാഗ ബീച്ച് കലങ്കോട് ബീച്ചിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ്. പിന്നെ കലങ്കോട് ബീച്ചിൽ സൺറൈസും സൺസെറ്റും കാണാൻ മറക്കരുത്. അത് നല്ലൊരു കാഴ്ചയാണ്. പിന്നെ സീസണിൽ വരുന്ന സമയത്ത് നിങ്ങൾ വാട്ടർ സ്പോർട്സ് എൻജോയ് ചെയ്യണം. അതിൻ്റെ ഒഫീഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് 1850 രൂപയാണ്.
5 വാട്ടർ സ്പോർട്സ് ഉണ്ടാവും അതിൽ. പിന്നെ ബാർഗൈനിങ് ഈസ് എ മസ്റ്റ്, അതെന്തിനാണെങ്കിലും. ഇവിടെ തന്നെ പിന്നെ 2 വീലറിന് കാർ പാർക്കിങ് ഇതൊക്കെയുണ്ട് എൻട്രൻസിൽ തന്നെ. ഇവിടെ വണ്ടി നമുക്ക് സേഫായിട്ട് വെക്കാം. 20 റുപ്പിയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും സോവനിയേഴ്സ്, ബീച്ച് വെയേഴ്സ്, സ്ലിപ്പേഴ്സ്, ടാറ്റൂസിൻ്റെ ഷോപ്പ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുക. തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മെയിൻ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ ടു മെയ് ആണ്. ആ സമയത്ത് മാത്രം, അത് 6 മാസമാണ് ഇവർക്ക് ബിസിനസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം ഓഫ് സീസണാണ്. അതുപോലെ തന്നെ ബീച്ചിലെ വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. 6 മാസമാണ് അവർക്ക് ഇതുപോലൊക്കെ വരുമാനമുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ 6 മാസം ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനമില്ല. കാരണം വാട്ടർ സ്പോർട്സൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. സീസൺ സമയത്ത് അവർ മാക്സിമം ഉണ്ടാക്കാൻ നോക്കും. കാരണം പിന്നെ 6 മാസം ഇവർക്ക് വർക്കില്ലല്ലോ. അതുപോലെ തന്നെ ബാഗ്, ക്യാപ്പ്, ഫ്രോക്സ്, ബീച്ച് വെയേഴ്സ്, ബീച്ച് ചപ്പൽസ്, ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രൈസിന് കിട്ടും. അങ്ങനെ നമ്മൾ കലങ്കുടി റെസിഡൻസിയിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിട്ട് വേറൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ടിൻ്റെ പേര് എസ്ട്രേലോ ദൊമാർ എന്നാണ്. ഇതൊരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. കലങ്കുടി റെസിഡൻസിയിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് എസ്ട്രേലോ ദൊമാറിലേക്ക്. ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം. ഇന്നലെ ഞങ്ങൾ ഈ റിസോർട്ട് വന്ന് കണ്ടിരുന്നു. റൂം ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ റിസപ്ഷനിൽ അവർ പറഞ്ഞു, ബുക്കിംഗ് അവർ റിസപ്ഷനിൽ എടുക്കില്ല, നിങ്ങൾക്ക് ബുക്കിംഗ് ആപ്സ് വഴി റിസർവേഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തലേദിവസം തന്നെ അവിടെ ബുക്ക് ചെയ്തു. പേയ്മെൻറ്റ് കൊടുത്തിരുന്നില്ല. ബുക്കിംഗ് കൺഫർമേഷൻ അവർ ഇമെയിൽ ചെയ്തിരുന്നു. ഇത് റിസോർട്ടിന് മുന്നിലുള്ള ടാക്സി സ്റ്റാൻഡാണ്. കലങ്കുടി റെസിഡൻസിയിൽ നിന്നും എസ്ട്രേല ഡൊമാറിലേക്കുള്ള ടാക്സി ഫെയർ 250 റുപ്പിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിച്ചേർന്നു. ഇതാണ് എസ്ട്രേല ദൊമാർ. എസ്ട്രേല ദൊമാർ എന്നുള്ള വാക്ക് പോർച്ചുഗീസാണ്. ഇതിൻ്റെ അർത്ഥം സ്റ്റാർ ഫിഷ് എന്നാണ്. ഈ റിസോർട്ട് തുടങ്ങിയത് 1979-ലാണ്. ഈ റിസോർട്ട് തുടങ്ങിയത് ഒരു ജർമ്മനാണ്. തുടക്കത്തിൽ ഇവിടെ 15 റൂംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് കേണൽ മഞ്ജിത് സിംഗ് ആണ് എടുത്തത്. അതിനുശേഷമാണ് ഇത് കൂടുതൽ വിപുലമാക്കിയത്. ഇതാണ് റിസപ്ഷൻ ഏരിയ. കാണാൻ നല്ല ഭംഗിയാണ്. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നു. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ്. അതുപോലെ ചെക്ക് ഔട്ട് 11 മണിക്കും. പക്ഷേ റൂമൊന്നും റെഡി ആയിരുന്നില്ല. അപ്പം ലഗേജ് എല്ലാം ലഗേജ് റൂമിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. ഹൗസ് കീപ്പിംഗ് റൂംസ് ക്ലീൻ ചെയ്യുകയാണ്. അതുവരെ നിങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് സ്റ്റാൻഡേർഡ് റൂമായിരുന്നു. റിസോർട്ട് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പിന്നെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് റൂം അപ്ഗ്രേഡ് ചെയ്ത് തരാം. അപ്ഗ്രേഡ് ചെയ്ത് തന്നത് സ്വിസ് കോട്ടേജാണ്. പിന്നെ ചെക്ക് ഇൻ സമയത്ത് നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുക്കണം. അത് പാസ്പോർട്ട്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ID വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് കൊടുത്തിരിക്കണം. പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പ്രോപ്പർട്ടി ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടെയൊക്കെ നല്ല ക്ലീനാണ്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സൈഡിൽ തന്നെ നമുക്ക് ബാറ് കാണാം. ഓഫ് സീസൺ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബാറിൽ. ബാറിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളും ജാക്യുസിയാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല ക്ലീനാണ്. നല്ല രീതിയിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പൂൾ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് റൂംസൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് കാണാം. എസ്ട്രേല ഡൊമാറിൽ പല ടൈപ്പിലുള്ള റൂംസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്, ഡീലക്സ് റൂമുണ്ട്, ഗ്രാൻഡ് സ്വിസ് കോട്ടേജ് ഉണ്ട്, പിന്നെ ജൂനിയർ സ്വീറ്റ് ഉണ്ട്, ക്ലബ് റൂമുണ്ട്. ക്ലബ് റൂമാണ് ഇതിനകത്ത് ഏറ്റവും കൂടിയ റേഞ്ച്. ഇതാണ് ഗ്രാൻഡ് സ്വിസ് കോട്ടേജ് എന്ന് പറയുന്ന റൂംസ്. ഇത് വുഡൻ കോട്ടേജസ് ആണ്. പിന്നെ ഇവിടെ ലിഫ്റ്റില്ല. സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ.
അപ്പം പ്രായമുള്ളവരും അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും താഴെ തന്നെ റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. പൂൾ സൈഡിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ പോവുകയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി റൂംസിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളൊരു 12:30 ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ ഇതാണ് കേണൽ മഞ്ജിത് സിംഗ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. മെനു കാർഡ് മേടിക്കുക. മീൻകറി മേടിക്കുന്നുണ്ടോ? ഇല്ല, നോ മോർ മീൻകറി. ഞങ്ങൾ ലഞ്ചിന് വേണ്ടി ഓർഡർ ചെയ്തത് ടോസ്റ്റഡ് വെജ് സാൻഡ്വിച്ച്, ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ, മിക്സ്ഡ് സീ ഫുഡ് പ്ലാറ്റർ, ഗോവൻ ഫിഷ് കറി, ജീര റൈസ്, പിന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആൻഡ് കോഫി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. മീഡിയം സ്പൈസി. മീഡിയം സ്പൈസി. എന്താണ് അഭിപ്രായം? കഴിക്കുന്നേ ഉള്ളൂ. എന്നാ ഫിഷ് കറിയുടെ റിവ്യൂ ഒന്ന് പറയൂ. ഇത് കൊള്ളാം. 2661. ഫുഡ് വാസ് ഡെലീഷ്യസ്. അതുപോലെ റേറ്റ്സ് ഒക്കെ റീസണബിൾ ആയിട്ട് തോന്നി. ഒരു 4 സ്റ്റാർ റിസോർട്ട് വെച്ച് നോക്കുമ്പോൾ റീസണബിൾ ആണ്. പിന്നെ സ്റ്റാഫൊക്കെ നന്നായിരുന്നു, നല്ല പൊളൈറ്റാണ്. ഇനി നമുക്ക് കിട്ടിയ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്വിസ് കോട്ടേജ്. അങ്ങനെ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട റൂം ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയത് 3:30. ഇതാണ് റൂം. ലൈറ്റൊന്നുമില്ല കാര്യമായിട്ട്. റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റു കോട്ടേജസ് കാണാം. റൂമിലൊക്കെ ഡിം ലൈറ്റാണ്. ഇപ്പോൾ കർട്ടൻ നീക്കിയത് കൊണ്ടാണ് റൂമിൽ വെളിച്ചമുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഡിം ലൈറ്റാണ് റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ബ്രദറിന് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമാണ്. ബ്രദറും വൈഫും ഇവിടെയാണ്. എൻ്റെ റൂം റെഡി ആയിട്ടില്ല. റൂമിനോട് അറ്റാച്ച് തന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമിൽ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ചെറിയ ബാത്റൂമാണ്, പക്ഷെ ക്ലീനാണ്. വുഡൻ വാൾസാണ്. പിന്നെ റൂമിൽ മിനി ബാർ, എയർ കണ്ടീഷനിങ്, ഫ്ലാറ്റ് സ്ക്രീൻ TV, അതുപോലെ വൈഫൈ, അതുപോലെ TV ചാനൽസ് എല്ലാം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഓണാക്കി നോക്കിയിട്ടില്ല. ഇതാണ് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം. 2 മണിക്ക് കിട്ടേണ്ട റൂം 4:30 കിട്ടിയത്. ഹൗസ് കീപ്പിംഗ് സർവീസ് വളരെ മോശം തന്നെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലായി. പിന്നെ വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സിഗ്നൽ വളരെ പുവറാണ്. ഇതാണ് ഈ റൂമിൻ്റെ വാഷ്റൂം. ചെറിയ ബാത്റൂമാണ്. കർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം കാണാം. സൂപ്പർ ക്ലീൻ. പിന്നെ ബാത്റൂമിന് പ്രോപ്പർ വെൻറ്റിലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാഷ്റൂമിൽ കർട്ടൻ നോക്കിക്കോ, ഇതിൽ മുഴുവൻ സ്റ്റെയിനാണ്. ഒന്നും തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. വളരെ പഴക്കം ചെന്നത്, അതുപോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതിനുള്ളിൽ വുഡൻ വാൾസൊക്കെ കണ്ടോ, മുഴുവൻ നശിച്ചിരിക്കുകയാണ്. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടി ആണെന്ന് ഓർക്കുക. മെയിൻ്റനൻസ് വളരെ മോശമാണ്. പിന്നെ കബോർഡ്, ലോക്കർ, പിന്നെ കെറ്റിൽ, വാട്ടർ ബോട്ടിൽ, താഴെ മിനി ബാറ്. റൂമിലെ ലൈറ്റ് കണ്ടോ, വളരെ കുറവാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ട്, ഡിമ്മാണ് ലൈറ്റ്. റൂം വളരെ ചെറുതാണ്. ഫുള്ള് വുഡൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ, പക്ഷേ ലൈറ്റ് കുറവായതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ നീക്കിയിടണം. ഇത് ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഓപ്പോസിറ്റിലും വേറെ കോട്ടേജസ് ആണ്, വുഡൻ കോട്ടേജസ്. പിന്നെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, അതിൻ്റെ പോരായ്മയുണ്ട്. പിന്നെ വാഷ്റൂമിൻ്റെ അടുത്തുള്ള ഡോറ്, പിന്നെ കെട്ടിയിരിക്കുന്നിടത്ത് ഫ്രിഡ്ജിൻ്റെ ഇവിടെ എല്ലാം ഉറുമ്പാണ്. ഇത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇത് ലൈനിൽ ഇങ്ങനെ ഉറുമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വുഡായതുകൊണ്ടാവാം. ഹൗസ് കീപ്പിംഗ് സെക്ഷൻ ഇതൊക്കെ ചെക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കോട്ടേജിൻ്റെ പുറത്ത് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷനും കാര്യങ്ങളും. അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് എല്ലായിടത്തും. പിന്നെ മൺസൂണൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതൊരു നല്ല വൈബ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ. റെസ്റ്റോറൻറ്റിൽ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ ലൈവ് ഓർക്കസ്ട്ര നടക്കുന്നുണ്ട്. അത് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ബാറുണ്ട്. ബാറിൽ
ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർക്ക് അവിടെ ഇരുന്ന് അത് കഴിക്കാം. ഈ ഓർക്കസ്ട്ര ലൈവ് ഓർക്കസ്ട്ര കേൾക്കാം. വളരെ നല്ല ഒരു മൂഡാണ്. ബാറിനോട് തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂളാണ്. രാത്രിയിലത്തെ കാഴ്ചകൾ കണ്ടോ. സ്വിമ്മിംഗ് പൂളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുകയാണ്. ഡ്രിങ്ക്സൊക്കെ ഇവിടെ ഇരുന്നും കഴിക്കാം. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല കളർഫുൾ ലൈറ്റ്സും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇപ്പോഴാണ് സ്വിമ്മിംഗ് പൂള് കൂടുതൽ ആക്റ്റീവായത്. ഇത് റിസോർട്ടിന് മുന്നിലുള്ള ഷോപ്പാണ്. ഇവിടെ ബീച്ച് വെയർ, ചപ്പല്, എല്ലാ സാധനങ്ങളും കിട്ടും. ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിലെത്താം. ലൈറ്റും ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ രാത്രി വേണമെങ്കിലും പോകാം. സേഫാണ്. ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 ദിവസത്തേക്കാണ്. ഓഫ് സീസണാണ്. ഓഫ് സീസൺ റേറ്റ് 5545 രൂപയാണ് ഒരു റൂമിന്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇത് സ്റ്റാൻഡേർഡ് റൂമിൻ്റെ റേറ്റാണ്. പക്ഷേ പിന്നെ നമുക്ക് അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നു സ്വിസ് കോട്ടേജിലേക്ക്. ഞങ്ങളിവിടെ 2 ദിവസമാണ് ഡിന്നർ കഴിച്ചത്. ഞങ്ങൾ 2 ദിവസം പല പല ഐറ്റംസ് ട്രൈ ചെയ്തു. ചിക്കൻ ഹോട്ട് സോസ് സൂപ്പ്, ഗ്രീൻ സലാഡ്, ബീഫ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്ക്, ചിക്കൻ സലാഡ്, മട്ടൻ റോഗൻ ജോഷ്, ഫ്രൈഡ് വെജിറ്റബിൾ റോൾസ്, സ്റ്റഫ്ഡ് പൊറോട്ട. അത് പനീർ ഫില്ലിംഗ് ആയിരുന്നു. ദാറ്റ് വാസ് ടു ഹെവി. പിന്നെ മിൻറ്റ് ലൈം ജ്യൂസ്, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. ഫുഡൊക്കെ സൂപ്പർബാണ്. വളരെ നല്ല സ്റ്റാഫാണ്. അതുപോലെ ലൈവ് ഓർക്കസ്ട്രയൊക്കെ കേട്ട് ഫുഡ് കഴിക്കാനൊക്കെ നല്ല രസമാണ്. ഫസ്റ്റ് ഡേ ഡിന്നറിന് ഞങ്ങൾക്ക് 2400 ആയി. സെക്കൻഡ് ഡേ ഡിന്നറിന് ഞങ്ങൾക്ക് 3000 ആയി. ഫുഡൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഈ ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ ഈ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉള്ള ഒരു മൂഡ് തന്നെ വേറെയാണ്. നല്ല വൈബാണ്. സ്റ്റാഫൊക്കെ നല്ലതാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഫുഡിനൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. റേറ്റ്സൊക്കെ റീസണബിളാണ്. ഒരു 4 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ റീസണബിൾ റേറ്റാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. അത് പറയാതിരിക്കുക വയ്യ. റെസ്റ്റോറൻറ്റിലെ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. അതായത് ലൈവ് ഓർക്കസ്ട്രയും ഈ ആംബിയൻസും കിടുവാണ്. കോപ്പിറൈറ്റ് ക്ലെയിം വരും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ സോങ്സ് ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ബീച്ച് കാണാം. ദാ അവിടെയാണ് ബീച്ച്. പിന്നെ റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റിന് പുറത്ത് നമുക്ക് കാറൊക്കെ ഹയർ ചെയ്യാം. അതുപോലെ റെൻ്റ് കാറ്, ബൈക്ക് ഇതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ റെൻ്റൊക്കെ എപ്പോഴും നമ്മൾ ബാർഗെയിൻ ചെയ്തെടുക്കുക. ഇത് റിസോർട്ടിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്താം. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് വോക്കേ ഉള്ളൂ ബീച്ചിലേക്ക്. ഇത് കിഡ്സിനുള്ള പ്ലേ ഏരിയയാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് മോർണിംഗ് വാക്കിന് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഈ റിസോർട്ടിനടുത്ത് കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. കലങ്കുടി ബീച്ച് നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റ് വോക്കേ ഉള്ളൂ. അതുപോലെ ബാഗ ബീച്ച് 1 കിലോമീറ്റർ, അത് നമുക്ക് നടന്നു പോകാം. പിന്നുള്ളത് കാൻഡോലിം ബീച്ചാണ്. അതിവിടെ നിന്ന് 4 കിലോമീറ്ററാണ്. വഗേറ്റർ ബീച്ച് അതൊരു 9.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ചപ്പോര ഫോർട്ട് ഒരു 9.5 കിലോമീറ്റർ. പിന്നെ അഗോഡ ഫോർട്ട് 10 കിലോമീറ്റർ ദൂരത്തിൽ. ഇമാക്കുലേറ്റ് കോൺസെപ്ഷൻ ചർച്ച് 15.5 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇത് വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാം. അതുപോലെ നല്ല കാറ്റാണ്. ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇനി ഇവിടെ നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ബീച്ചിലെങ്ങും ആരുമില്ല. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഇവിടെ വാട്ടർ സ്പോർട്സിനൊക്കെയുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പീക്ക് സീസണിൽ ഇവിടെ ഷാക്സ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. അതുപോലെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വാട്ടർ സ്പോർട്സൊക്കെ ഇവിടെ വളരെയധികമുണ്ട്. ഈ കാണുന്നത് ബാഗ ബീച്ചാണ്. ബാഗ ബീച്ച് ഇവിടുന്ന് നമുക്ക് നേരെ നടന്നു പോയാൽ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ബാഗ ബീച്ചും വാട്ടർ സ്പോർട്സിനൊക്കെ വളരെ ഫേമസ് ആണ്. മൺസൂൺ സമയമാണെങ്കിലും വെയിലിനൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ബീച്ചിൽ വരുന്ന സമയത്ത് എപ്പോഴും ക്യാപ്പും അതുപോലെ സൺഗ്ലാസും വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സൺസ്ക്രീൻ ലോഷനും കയ്യിൽ കരുതുക. ഞങ്ങൾ ബീച്ചിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസുകളൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെയിൽ കൂടിയപ്പോൾ തിരിച്ച് റിസോർട്ടിലേക്ക് മടങ്ങി. നിൽക്കുന്ന ചേച്ചി വള, മാല, കമ്മൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബീച്ചിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബിസിനസ്സൊന്നുമില്ല. അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സിൻ്റെ ആളാണ് ഈ കാണുന്നത്.
പിന്നെ റിസോർട്ടിൽ നിന്നും മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് 29 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ ഡാബോലിൻ എയർപോർട്ട് 42 കിലോമീറ്റർ. മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് നോർത്ത് ഗോവയിലും ഡാബോലിൻ എയർപോർട്ട് സൗത്ത് ഗോവയിലുമാണ്. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ചൊരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ബ്രദർ അത്ര ഹാപ്പി അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ തന്നെ നൈറ്റിൽ മഴ പെയ്ത സമയത്ത് റൂഫിൽ നിന്നും വുഡൻ റൂഫാണ്, അതിൻ്റെ മുകളിൽ നിന്നും വെള്ളം കറക്റ്റ് ബെഡിൻ്റെ നടുക്കായിരുന്നു വീണത്. അതുപോലെ തന്നെ അവരുടെ ബാത്റൂമിലും പൈപ്പിൻ്റെ ലീക്കേജ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായി. അതുപോലെ തന്നെ അടുത്ത കോട്ടേജസിൽ നിന്നും ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു മിഡ് നൈറ്റിൽ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഗോവയിൽ വരുന്നവരെല്ലാം പാർട്ടി ലവേഴ്സാണ്. ദാറ്റ്സ് ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് അവർ വന്നിട്ട് ഇതൊക്കെ ശരിയാക്കിയത്. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ അവരിതൊന്നും ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. ഹൗസ് കീപ്പിംഗ് വളരെ മോശമാണ്. കാരണം ഇതൊന്നുമില്ലെങ്കിൽ മൺസൂൺ സമയമല്ലേ, ആ സമയത്തെങ്കിലും അവർക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ TV ചാനൽസ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാ ചാനലും വർക്ക് ചെയ്തു. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. ചോലെ ഭട്ടൂര്, ടീ, കോഫിയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ സ്റ്റാഫും വളരെ നല്ലതാണ്. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ലൈവ് ക്ലാസിക്കൽ ഫ്ലൂട്ട് അതുപോലെ സിമിലർ പെർഫോമൻസ് ഉണ്ടാവും. അത് നല്ലൊരു അനുഭവമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് രാവിലെ 1500 രൂപയാണ് ആയത്. ഈ റിസോർട്ടിൽ സ്റ്റാഫെല്ലാം നല്ലതാണ്. പക്ഷേ ഒരു മോശം അനുഭവം ഞങ്ങൾക്കുണ്ടായി. അത് ചെക്കൗട്ട് സ്റ്റാഫിൽ നിന്നുമാണ്. റൂം വെക്കേറ്റ് ചെയ്യേണ്ട ദിവസം റിസപ്ഷനിൽ നിന്നും കോൾ വന്നു, 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം, അതാണ് അവരുടെ ടൈം. പക്ഷേ ഞങ്ങൾക്കും കുറേ ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം 2 മണി സമയം ചെക്ക് ഇൻ ചെയ്യേണ്ട ഞങ്ങൾക്ക് ആദ്യത്തെ റൂം കിട്ടിയത് 3:30 മണിക്കാണ്, അടുത്ത റൂം കിട്ടിയത് 4:30. അതായത് 1.5 2.5 മണിക്കൂർ കഴിഞ്ഞാണ് നമുക്ക് റൂം കിട്ടിയത്. പക്ഷേ ചെക്കൗട്ട് സ്റ്റാഫ് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നീട് പറഞ്ഞു 1 മണിക്കൂർ കൂടി തരാം, 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യാം. വീണ്ടും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 9 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ലഗേജ് താഴെ ലഗേജ് റൂമിൽ വെക്കുക, എയർപോർട്ട് ടൈം ആകുമ്പോൾ കളക്ട് ചെയ്ത് പോകുന്നു. ഒരു റൂം ഞങ്ങൾ 12 മണിക്ക് വെക്കേറ്റ് ചെയ്തു. പിന്നെ ഒരു റൂമിൽ ഞങ്ങൾ ഇരുന്നു. അങ്ങനെ 1 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്നും ചെക്കൗട്ട് ചെയ്തത്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വേറെയും 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരും ഇതുപോലൊക്കെ റൂം ക്ലീൻ അല്ല എന്നും പറഞ്ഞ് ഹൗസ് കീപ്പിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേറെ റൂം മാറി തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഒരു റൂം മാറി, അവിടെയും റൂംസ് ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറഞ്ഞ് അവർ റീഫണ്ട് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് റൂം ബുക്ക് ചെയ്തോ ആ ബുക്കിംഗ് ആപ്പിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള പോസിറ്റീവ്, എക്സലൻറ്റ് സ്റ്റാഫ് എക്സെപ്റ്റ് ചെക്കൗട്ട് സ്റ്റാഫ്. പിന്നെ ഫുഡൊക്കെ ഡിലീഷ്യസ് ആണ്. എക്സലൻറ്റ് പൂള്, റൂംസ്, ബാറ് ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ അടിപൊളി ലൊക്കേഷനാണ്. ഫ്രീ റൂം അപ്ഗ്രേഡ് തന്നു. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ റിനോവേഷന് അതുപോലെ ക്ലീൻനെസ് ഇത് വളരെ അത്യാവശ്യമാണ് ഈ റിസോർട്ടിനെ സംബന്ധിച്ച്. അതുപോലെ വൈഫൈ വർക്ക് ചെയ്യില്ല, അതുപോലെ TV ചാനൽസ് കിട്ടാറില്ല. പിന്നെ ചെക്കൗട്ട് സ്റ്റാഫിൻ്റെ റൂഡ് ബിഹേവിയർ. ഈ റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നോർത്ത് ഗോവ ഡേ ട്രിപ്പിന് പോവുകയാണ്. കലങ്കോട് ബീച്ചിനടുത്തുള്ള എസ്റ്റേല റിസോർട്ടിൽ നിന്നുമാണ് നമ്മളുടെ യാത്ര. റിസോർട്ടിന് പുറത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് ക്യാബ് ഹയർ ചെയ്തത്. ടാക്സി ഫെയർ ഒരു 2200 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2400 ചോദിച്ചത്. പിന്നെ നമ്മൾ ബാർഗൈൻ ചെയ്ത് 2200 കൊണ്ടുവന്നതാണ്. ഇവിടെ ബാർഗൈനിങ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. നോർത്ത് ഗോവയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസായ അഗോഡ ഫോർട്ട്, കാണ്ടോലിം ബീച്ച്, സ്നോ പാർക്ക്, അഞ്ജുന ബീച്ച്, വഗേറ്റർ ബീച്ച്, ചപ്പോര ഫോർട്ട്, വാക്സ് മ്യൂസിയം, ഡാഷിംഗ് കാർ, അക്വേറിയം എന്നിങ്ങനെയാണ് നമ്മളിന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. റിസോർട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റ് പഞ്ചാബിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഇതൊരു ബാർ കം ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ കിട്ടും, ചൈനീസ്. നമുക്ക് ഏതായാലും രാവിലെ വെജിറ്റേറിയൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വെറൈറ്റി ടൈപ്പ് ദോശകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്ത് നോക്കുകയാണ്. ചീസ് മസാല ദോശ, ഇത് എഗ് മസാല ദോശ, ചീസിൻ്റെ ഫ്ലേവർ. ഇവിടെ എങ്ങനെയാ എഗ് മസാല? ദോശയ്ക്ക് കട്ടിയാ. മസാല എങ്ങനെ ഉണ്ട് അതിനകത്ത്? മസാല ദോശയ്ക്ക് കട്ടിയുണ്ട്. ഇത് മൈസൂർ മസാല.
അങ്ങനെ ഞങ്ങൾ ചീസ് മസാല ദോശ, എഗ് മസാല ദോശ, മൈസൂർ മസാല ദോശ, ഒനിയൻ മസാല ദോശ, ഓംലെറ്റ്, ടീ, കോഫി ട്രൈ ചെയ്തു. ഫുഡ് ആവറേജാണ്, ഒതൻറ്റിക് ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ദോശ ഭയങ്കര ഹാർഡായിട്ട് തോന്നി. പഞ്ചാബി റെസ്റ്റോറൻ്റാണ്, അപ്പം വൈകുന്നേരം ബാറും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിരിക്കും. അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിവിടുത്തെ ബാറാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നത് 900 റുപ്പീസാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അഗോഡ ഫോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊരു 9 കിലോമീറ്ററാണ് അഗോഡ ഫോർട്ടിലേക്കുള്ള ദൂരം. രാവിലെ തന്നെ മഴയാണ്, അപ്പോൾ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ചാൻസ് എടുക്കുകയാണ്. കലങ്കോട് ബീച്ചിൽ നിന്നുമാണ് നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്നത്. ഇവിടത്തേക്കുള്ള ദൂരം ഏകദേശം 9 കിലോമീറ്ററാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വിജയമല്യയുടെ ബംഗ്ലോ ആയിരുന്നു. It was Vijay Mallya's, but it's taken over by Sachin Joshi. Sachin Joshi. He, that actor, Marathi actor. He has bought it through the bank. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡോൾഫിൻ അഡ്വഞ്ചറായിട്ട് പോകുന്ന ബോട്ട്സുകളാണ്. ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് ഡോൾഫിനെ ഒന്നും കാണാൻ പറ്റുകയില്ല. ഇത് അഗോഡ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. പിന്നെ ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റുന്ന മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ ടു മെയ് ആണ്. If they take, they might be taking you just for a ride. Okay. പിന്നെ കടലിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അഗോഡ ഫോർട്ടും അതുപോലെ ഗവർണേഴ്സ് ബംഗ്ലോയും അതുപോലെ മറ്റ് ചില സ്ഥലങ്ങളൊക്കെ അവർ കാണിക്കും. ബോട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. Agoda Fort. Agoda Fort. അങ്ങനെ നമ്മൾ അഗോഡ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. So when you return back, just give me a call. I'll be here. Okay, fine. Yeah. Thank you. റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഏരിയയാണ്. Fort Agoda. Opening time 9 AM, closing time 5:30 PM. It's 100 rupees. 25 per head. ഇന്ത്യൻ സിറ്റിസൺസ് അതുപോലെ സാർക്ക് കൺട്രീസിലെ ആളുകൾക്ക് 25 രൂപയാണ് എൻട്രി ഫീസ്. അതുപോലെ ഫോറിനേഴ്സിന് 300. 15 വയസ്സിന് താഴെയുള്ളവർക്ക് എൻട്രി ഫീസ് ഇല്ല. കഴിവതും നമ്മൾ രാവിലെ 9:30 തന്നെ വരാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ 11 മണിയായി. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ മൺസൂൺ ആയിട്ട് കൂടി. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ അതിരാവിലെ വരിക, അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് വരിക. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. ഇത് അഗോഡ ഫോർട്ടിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ്. 1612 ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കോട്ട. അക്കാലത്ത് യൂറോപ്പിൽ നിന്നും വരുന്ന കപ്പലുകൾക്ക് ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിരുന്നു. അഗോഡ ഫോർട്ട് പോർച്ചുഗീസുകാരുടെ ഏറ്റവും എക്സ്പെൻസീവും അതുപോലെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കോട്ടയാണ്. ഇനി നമുക്ക് കോട്ടയ്ക്ക് അകത്തുള്ള കാഴ്ചകൾ കാണാം. ഇത് ഫോർട്ടിനുള്ളിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെയാണ് ടിക്കറ്റ് ചെക്കിംഗ് ഉള്ളത്. അവിടെ നിന്ന് നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. എന്തൊരു തണുപ്പിതിനകത്ത്. വെട്ടുകല്ലിൽ തീർത്ത സ്റ്റെപ്സാണ്. ഇവിടെ നിന്ന് കയറി നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാം. മുകളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഇതാണ് അഗോഡ ഫോർട്ടിലെ ലൈറ്റ് ഹൗസ്. ഇത് 1864 സ്ഥാപിച്ചത്. ഈ ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ളതാണ്. 1612 നിർമ്മിച്ച ഈ പഴയ പോർച്ചുഗീസ് കോട്ട മാൻഡോവി നദിയുടെ തീരത്ത്, അതായത് സൗത്ത് കാൻഡോലിൻ ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗോഡ ഫോർട്ട് ഏകദേശം 400 വർഷത്തിലധികം ചരിത്ര പാരമ്പര്യമുള്ള നോർത്ത് ഗോവയിലെ ഒരു ഫോർട്ടാണ്. ഇത് ഗോവയുടെ ഭൂപ്രകൃതിയെ ശരിക്കും കാണിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഈ കോട്ടയും ലൈറ്റ് ഹൗസും ഗോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്പോട്ടാണ്. നോർത്ത് ഗോവയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ടോലിമിലാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോർട്ട് അഗോഡ അറേബ്യൻ സീ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഫോർട്ടിന് മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് മനോഹരമാണ്. പോർച്ചുഗീസ് പൈതൃകത്തിൻ്റെയും അതുപോലെ തന്നെ വാസ്തുവിദ്യയുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കോട്ട. 17-ാം നൂറ്റാണ്ടിലെ ഈ കോട്ട ഗോവയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഫോർട്ട് അഗോഡയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1609 ഈ പ്രദേശം ഭരിച്ചിരുന്ന പോർട്ടുഗീസുകാരാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. പിന്നീട് അടുത്ത 3 വർഷത്തേക്ക് ഇതിൻ്റെ നിർമ്മാണം തുടർന്നു. വൈസ്രോയി റൂയ് തവാരയുടെ മേൽനോട്ടത്തിൽ 1612
ഈ കോട്ട പൂർത്തിയായി. അഗോഡ എന്ന വാക്കിൻ്റെ അർത്ഥം പോർച്ചുഗീസ് ഭാഷയിലെ ശുദ്ധജലം എന്നാണ്. അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല ഉറവയിൽ നിന്നാണ് കോട്ടയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഈ ശുദ്ധജല ഉറവയിൽ നിന്നും കപ്പലുകളുടെ ജീവനക്കാർ തങ്ങളുടെ കുടിവെള്ളം നിറയ്ക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത്. മറാഠ ഡച്ച് ആക്രമണകാരികൾക്കെതിരെ ഗോവയിലെ പോർച്ചുഗീസുകാർ അവരുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ചതാണ് അഗോഡ ഫോർട്ട്. അറബിക്കടലിൻ്റെയും മാണ്ഡോവി നദിയുടെയും സംഗമമായതിനാൽ 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കോട്ടയായിരുന്നു ഇത്. 1864 കോട്ടയുടെ പരിസരത്ത് 4 നിലകളുള്ള ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചു. അതിനുശേഷം വളരെ കാലം ലൈറ്റ് ഹൗസിൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഇതൊരു റെഫറൻസ് പോയിന്റ് കൂടിയായിരുന്നു. 1976 ഈ ലൈറ്റ് ഹൗസ് ഉപയോഗിക്കാതായി. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇതിനുള്ളിൽ പ്രവേശനമില്ല. എന്നിരുന്നാലും കോട്ടയുടെ പരിസരത്ത് ഒരു പുതിയ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെ അഗോഡ ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗലിൻ്റെ 100ാമതും പ്രധാനമന്ത്രിയുടെ ഭരണകാലത്ത് സലാസർ എന്ന പേരിൽ സജീവമായി ഉപയോഗിച്ചിരുന്ന ഒരു ജയിൽ കൂടി ഈ കോട്ടയുടെ പരിസരത്തുണ്ട്. ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അവിടേക്ക്. പിന്നെ മറ്റൊരു പ്രത്യേകത, ശത്രുക്കൾക്ക് ഒരിക്കലും കീഴടക്കാൻ പറ്റാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില കോട്ടകളിൽ ഒന്നാണ് അഗോഡ ഫോർട്ട്. പോർച്ചുഗീസ് മിലിറ്ററിയുടെയും അതുപോലെ ആർക്കിടെക്ചറിൻ്റെയും മികച്ച ഒരു ഉദാഹരണമാണ് അഗോഡ ഫോർട്ട്. ഗോവയിൽ ധാരാളം കണ്ടെത്തിയ ലാറ്ററൈറ്റ് കല്ലുപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗവും താഴത്തെ ഭാഗവും. മുകൾ ഭാഗം ഒരു കോട്ടയായും ഒരു വാട്ടർ സ്റ്റേഷനായും ഡിസൈൻ ചെയ്തിരിക്കുന്നു. താഴത്തെ ഭാഗം പോർച്ചുഗീസ് ഭരണാധികാരികളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ ബർത്തിനായി മാറ്റിയിരുന്നു. 5 മീറ്റർ ഉയരവും 1.3 മീറ്റർ വീതിയുമുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ കോട്ട. കോട്ടയെ 3 വശവും ചുറ്റുന്ന കൊത്തളങ്ങളുണ്ട്. 4ാം വശത്ത് മാണ്ഡോവി നദിക്ക് അഭിമുഖമായി ഒരു കവാടവുമുണ്ട്. അതിൻ്റെ പ്രതാപകാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളിൽ ഒന്നായി അഗോഡ ഫോർട്ട് പ്രവർത്തിച്ചിരുന്നു. കൂടാതെ 23,76,000 ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിലെ വെടിമരുന്ന് മുറി, കൊത്തളങ്ങൾ, കിടങ്ങ് എന്നിവയും പ്രത്യേകതകളാണ്. ഇതിലൊന്നിലേക്കും ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. കോട്ടയുടെ വാസ്തുവിദ്യ ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ എമർജൻസി സന്ദർഭങ്ങളിൽ, യുദ്ധസമയങ്ങളിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിനായി നിർമ്മിച്ച ഒരു സീക്രട്ട് പാസേജും ഇതിലുണ്ട്. ഫോർട്ട് അഗോഡയിലെ ലൈറ്റ് ഹൗസിലെ മുഴുവൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ്. ഓരോ 7 മിനിറ്റിലും വെള്ളം പുറപ്പെടുവിച്ച് കപ്പലുകളെ കടലിലേക്ക് നയിക്കാൻ വിളക്കുമാടം തുടക്കത്തിൽ എണ്ണവിളക്കുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇത് 1834 ഓരോ 30 സെക്കൻഡിലും പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു തരത്തിൽ നവീകരിച്ചു. ഒരു കാലത്ത് പഴയ ഗോവയിലെ സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെടുത്ത മണി ഈ വിളക്കുമാടത്തിൽ ഉണ്ടായിരുന്നു. ഈ മണി പിന്നീട് പഞ്ചിമിലെ ചർച്ച് ഓഫ് ഇമാക്കുലേറ്റ് കൺസംപ്ഷനിലേക്ക് മാറ്റിയിരുന്നു. 79 പീരങ്കികളുടെ ഒരു കോട്ടയായിരുന്നു ഇത്. സെന്റ് ലോറൻസ് ദേവാലയം കോട്ടയ്ക്ക് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശത്രുസൈനികർ കോട്ടയ്ക്ക് നേരെ വെടിയുതിർക്കാതിരിക്കാൻ പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിച്ചത്. ഷാറൂഖ് ഖാൻ നായകനായ കബി ഹാ കബീന, അജയ് ദേവ്ഗൻ അഭിനയിച്ച ഗോൽമാൽ, സിംഗം എന്നിവ ഉൾപ്പെടെ വിവിധ ബോളിവുഡ് ചിത്രങ്ങളുടെ ലൊക്കേഷനായി ഈ കോട്ട കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഹാറ്റോ എല്ലാം കയ്യിൽ കരുതുക. അതുപോലെ സൺഗ്ലാസസ്, സൺസ്ക്രീൻ ലോഷന് ഇതൊക്കെ കരുതുക. കാരണം അകത്ത് ഭയങ്കര ചൂടാണ്. അതുപോലെ ഈവനിങ്ങിൽ വരികയാണെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ സാധിക്കും. അത് നല്ലൊരു കാഴ്ചയാണ്. Yeah, you just have a look and come. Okay. Nearby? It's nearby? No. It will take time. അഗോഡ ഫോർട്ടിൽ നിന്നും കണ്ടോലിം ബീച്ചിലേക്കുള്ള ദൂരം ഏകദേശം 5.5 കിലോമീറ്ററാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം. കണ്ടോലിം ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത് കലങ്കുടിൻ്റെ സൗത്ത് സൈഡിലും അതുപോലെ മാണ്ഡോവി റിവറിൻ്റെ നോർത്ത് സൈഡിലുമായിട്ടാണ്. കണ്ടോലിം ബീച്ച് ഗോവയിലെ ഒരു പേരുകേട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിസംബർ അവസാന വാരത്തിലെ സൺബേൺ ഫെസ്റ്റിവലാണ്. അത് ഇവിടെ ഒരു വലിയ ആഘോഷമാണ്. ഫോറിൻ ടൂറിസ്റ്റുകൾ വളരെ കൂടുതൽ വരുന്നതും ആ സമയത്താണ്. ഇതാണ് കണ്ടോലിം ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. കണ്ടോലിമിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. 1787 പോർച്ചുഗീസ് വിരുദ്ധ കലാപം നടത്തിയ ആദ്യത്തെ ഗ്രാമമാണ് കണ്ടോലിൻ. അതുപോലെ തന്നെ 16-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തിലേക്കുള്ള കൂട്ടപരിവർത്തനം നടത്തുന്നതും ഗോവയിലെ ഈ ഗ്രാമത്തിലാണ്. കണ്ടോലിം ബീച്ചിലെ അഗോഡ ഫോർട്ട് 1612 പണി കഴിപ്പിച്ചത്. പച്ചപ്പരിഷ്കരികൾ എങ്ങോട്ടാ? ഇപ്പോൾ വെയിലില്ലല്ലോ. പിന്നെ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ 2 സൈഡിലും കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ്, ബീച്ച് വിയേഴ്സ്, അതുപോലെയൊക്കെയുള്ള സോവനിയർ ഷോപ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സാണ്, കോഫി ഷോപ്സ് പോലെയൊക്കെ ഉള്ളത്. അതുപോലെ ജ്യൂസ് സെൻറ്റേഴ്സ്. കണ്ടോലിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇല്ല.
മാപ്സ സബ് ഡിവിഷൻ്റെ ഭാഗമായ ബാർസൈഡ് താലൂക്കിൻ്റെ കീഴിലാണ് കാണ്ടോലിം വരുന്നത്. കാണ്ടോലിമിലെ ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ കൊങ്കണി സംസാരിക്കുന്ന ശക്തമായ ഒരു കാത്തോലിക്ക ജനസംഖ്യയുള്ള ഗ്രാമമാണിത്. ഗോവയിലെ ഒതൻറ്റിക് ഫുഡ് അതുപോലെ ഗോവൻ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് ഇവിടുത്തെ ആളുകൾ. കാണ്ടോലിം ബീച്ചിലെ മെയിൻ വാട്ടർ സ്പോർട്സ് പ്രധാനമായും പാരാസെയിലിങ്ങും റിവർ റാഫ്റ്റിങ്ങുമാണ്. അതുപോലെ ബനാന ബോട്ട് റൈഡ്. അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഓഫ് സീസണിൽ, അതായത് മൺസൂൺ ടൈമിൽ ഇവിടെ ഒരു മേജർ ആക്ടിവിറ്റീസും ഇല്ല. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഓഫ് സീസണിലാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. ഇത് ടൂറിസ്റ്റ് സീസണിൽ മാത്രമേ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അതേസമയം കലങ്കോട് ബാഗ ബീച്ചിലൊക്കെ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഉണ്ട്. കാണ്ടോലിം ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളെന്ന് പറയുന്നത് ഇവിടെ ബീച്ചിന് സൈഡിലുള്ള കടകൾ, വാട്ടർ സ്പോർട്സ്, ബീച്ച് ഷാക്കുകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഇതിൽ വാട്ടർ സ്പോർട്സ്, ബീച്ച് ഷാക്കുകളൊക്കെ ഇപ്പോഴൊന്നും തന്നെ ഇല്ല. റെസ്റ്റോറൻറ്റുകളൊക്കെ സീസൺ സമയത്ത് വളരെ കൂടുതലായിട്ടുണ്ട്. ഇവിടെ സീസണിൽ വരുന്നതായിരിക്കും നല്ലത്, കാരണം ഓഫ് സീസണിൽ വന്നിട്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ തന്നെ ഇല്ല. പിന്നെ ഇവിടെ നിന്ന് സിംഗറിം ബീച്ച്, താജ് റിസോർട്ട്, അതുപോലെ അഗോഡ ഫോർട്ട്, ഡോൾഫിൻ വ്യൂയിങ് പോയിന്റ് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് അതിനുള്ള പാക്കേജുകളൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. പിന്നെ ഈ ബീച്ച് ഫേമസ് ആകാനുള്ള കാരണങ്ങൾ ഇവിടെ സീസണിൽ ബോട്ട് ഷാക്കുകളൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, അതിന് നമ്മൾ പേ ചെയ്യണം. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് വളരെ മനോഹരമാണ്. പക്ഷേ ഇത് കലങ്കോട് ബീച്ചിൻ്റെ അത്രയൊന്നും ക്ലീനൊന്നുമല്ല. നിങ്ങൾ ഓഫ് സീസണിലാണ് വരുന്നതെങ്കിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ കാണ്ടോലിം ബീച്ച് ശരിക്കും ശാന്തമായ അന്തരീക്ഷത്തിന് പേരുകെട്ടതാണ്. ജെറ്റ് സ്കീയിങ്, ബനാന ബോട്ട് റൈഡുകൾ എൻജോയ് ചെയ്യാനാണ് ആളുകൾ കൂടുതൽ വരുന്നത്. പിന്നെ വേവ്സ് കുറവുള്ളപ്പം നമുക്ക് സ്വിമ്മിങ് ചെയ്യാം. ടൂറിസ്റ്റ് സീസണിലാണെങ്കിൽ ലൈഫ് ഗാർഡുകൾ ഉണ്ട്. ഇനിയും നമ്മൾ പോകുന്നത് വർഷം മുഴുവനും മഞ്ഞ് പെയ്യുന്ന ഗോവയിലെ സ്നോ പാർക്കിലേക്കാണ്. ഈ സ്നോ പാർക്ക് കലങ്കോടും ബാഗ ബീച്ചിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. കലങ്കോട്ടിൽ നിന്നും ഏകദേശം 2.7 കിലോമീറ്റേഴ്സും ബാഗയിൽ നിന്നും 2 കിലോമീറ്റേഴ്സും മാത്രമേ ദൂരമുള്ളൂ. Shikarim, where we went, about a food. It's one stretch only. Okay, Baga is also nearby, no? In Kandoli. Yeah, this is Baga only. Oh, okay. Yeah. No park, but no parking. No, they have a parking there. From this way. Yeah, this way. Yeah. Okay, okay. This way to the main road. Main road. Yeah. Then we will call you. Yeah. 500 per day. Plus free parking. Plus free parking. Yeah. ₹500 ഇവിടുത്തെ എൻട്രി ഫീസ്. ഈ എൻട്രി ഫീസിൽ നമുക്ക് വിൻ്റർ കോട്ട്, സ്നോ ക്യാപ്പ്, ഗ്ലൗസ്, സോക്സ്, സ്നോ ബൂട്ട് എന്നീ ആവശ്യ സാധനങ്ങൾ ഈ ഫീസിൽ ഉൾപ്പെടും. ഇവിടുത്തെ ടൈമിങ് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. അങ്ങനെ ഞങ്ങൾ ഷൂവും സോക്സും ഒക്കെ വാങ്ങി ആദ്യമേ അതിടുകയാണ്. അതിനുശേഷം ഇനിയും ജാക്കറ്റ് വാങ്ങാൻ പോകണം. ജാക്കറ്റൊക്കെ വാങ്ങി അതൊക്കെ ഇട്ടു. ഇനിയും അടുത്തത് ക്യാപ്പ് ആൻഡ് ഗ്ലൗസാണ്. അത് വാങ്ങട്ടെ. ഇവിടെയാണ് ക്യാപ്പും ഗ്ലൗസും കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും സ്നോ പാർക്കിനുള്ളിൽ പോകാനുള്ള കോസ്റ്റ്യൂംസൊക്കെ ധരിച്ചു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ബാറുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നോ പാർക്കിലേക്കുള്ള എൻട്രിയാണ്. പിന്നെ ഇതിനുള്ളിൽ ഐസ് സ്ലൈഡേഴ്സ്, DJ ഡാൻസിങ്, സ്ലെഡ്ജിങ് കാറ്, ഐസ് ബാർ ഡ്രിങ്ക്സ്, ഐസ് ഇഗ്ലൂ, ഐസ് സ്കൾപ്ചർ, തണ്ടർ സ്റ്റോം, സ്നോ വാലി ബോൾ, ക്ലൈംബിംഗ് വാൾസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഐസിലുണ്ടാക്കിയിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ സ്ലൈഡറിൽ കയറുകയാണ്. ഇത് കംപ്ലീറ്റ് ഐസാണ്. പക്ഷേ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ആൾക്കാർ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ.
ഫാമിലി, ഫ്രണ്ട്സ്, കുട്ടികൾ എന്നിവരായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ ഗോവയിലെ ചൂട് നമുക്കറിയാമല്ലോ. ഈ ഗോവയിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്നോ പാർക്കാണിത്. കാരണം ഇതിലെ തണുപ്പ് കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ചൂടിൽ നിന്ന് നമ്മൾ തണുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 20-30 മിനിറ്റിൽ കൂടുതൽ നമുക്കിതിനകത്ത് നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തണുപ്പാണ്. കാരണം -5 ഡിഗ്രിയാണ് ഇതിനകത്ത് ടെമ്പറേച്ചർ. പിന്നെ ഇവിടെ ഒരു പോരായ്മ തോന്നിയത് വളരെ ചെറിയ സ്പേസാണ്. സിറ്റിയിലൊക്കെ ഉള്ളവരൊക്കെ വലിയ വലിയ സ്നോ പാർക്കിൽ പോയിട്ടുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇതിനുള്ളിലൊരു ചെറിയ ഹോൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ ഇവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ലൗഡ് സൗണ്ടിലുള്ള മ്യൂസിക്കാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ശരിക്കും പേടിച്ചു പോകും, അത്രയ്ക്ക് ലൗഡാണ്. പിന്നെ ഒരു ചെറിയ സ്പേസിൽ ഇത്രയും തണുപ്പ് കൂടുതൽ നേരം നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടുത്തെ സ്പേസ് വളരെ ചെറുതാണ്, മാക്സിമം 10-15 പേർക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കാം. ഇത് ഐസ് ക്ലൈമ്പിംഗ് വാളാണ്. പിന്നെ ഇതിനുള്ളിൽ കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഇവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവർ നമ്മൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും. ഞങ്ങൾ ഫോട്ടോ എടുത്തിരുന്നു. 16 ഫോട്ടോയ്ക്ക് 1200 രൂപയാണ് ഇവർ ചാർജ് ചെയ്തത്. എല്ലാവരും സ്നോയിൽ കളിക്കുകയാണ്, ചിലരൊക്കെ വോളിബോൾ കളിക്കുന്നു. ഇതാണ് സ്നോ പാർക്കിലുള്ള ഐസ് ബാർ. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ ഐസ് കൊണ്ടുണ്ടാക്കിയ ഐസ് ഗ്ലാസ്സിൽ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാം. അതൊരു നല്ല അനുഭവമായിരിക്കും. ഇതിന് നമ്മൾ വേറെ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതിനുള്ളിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ട് വാട്ടർ ടാപ്പുണ്ട്. അതിൽ കാലൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖമാണ്. പിന്നെ പുറത്ത് തന്നെ റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ മദ്യപിക്കുന്നവർക്ക് ബാർ സൗകര്യമുണ്ട്. വലിയ സ്നോ പാർക്കിൽ പോയവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ റൂമിൻ്റെ സൈസ് ഡബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മ്യൂസിക് ഒന്ന് മൈൽഡ് ആക്കിയിരുന്നെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. സ്നോ പാർക്കിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ വന്നിട്ട് ഇവിടുന്ന് ഹോട്ട് കോഫി, ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ സ്നോ പാർക്കിൽ നിന്ന് അഞ്ജുന ബീച്ചിലേക്കാണ് പോകുന്നത്. സ്നോ പാർക്കിൽ നിന്നും അഞ്ജുന ബീച്ചിലേക്കുള്ള ദൂരം ഏകദേശം 6.5 കിലോമീറ്ററാണ്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. അങ്ങനെ ഞങ്ങൾ 20 മിനിറ്റ് കൊണ്ട് അഞ്ജുന ബീച്ചിലെത്തി. ഇത് അഞ്ജുന ബീച്ചിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1960കളുടെ അവസാനത്തിൽ ഹിപ്പികളുടെ ഒരു പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായിരുന്നു അഞ്ജുന. ടൂറിസ്റ്റ് സീസണിൽ, അതായത് നവംബർ മുതൽ മെയ് വരെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിലും നടക്കുന്ന ട്രാൻസ് പാർട്ടികൾക്കും അതുപോലെ പ്രശസ്ത ഫ്ലീ മാർക്കറ്റിനും പേരുകെട്ടതാണ് അഞ്ജുന ബീച്ച്. പാനാജിയിൽ നിന്നും 18 കിലോമീറ്ററും നോർത്ത് ഗോവയിലെ മാപ്സ വെസ്റ്റിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലാണ് അഞ്ജുന ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് അഞ്ജുന ബീച്ചിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ കൂടുതലും റോക്ക് സൈഡാണ്. പിന്നെ മറ്റേ സൈഡിൽ ഷാക്സ്, റെസ്റ്റോറൻറ്റ്സ് അതൊക്കെ അവിടെയാണ്. അവിടെയും സീഷോർ വളരെ കുറവാണ്. അവിടെയാണ് വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ടാകാറുള്ളത് പീക്ക് സീസണിൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തീരപ്രദേശം വളരെ രീതിയിൽ കുറവായിട്ടുണ്ട്. ബീച്ച് വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ ഇവിടെ. ശരിക്കും ഒരു സ്റ്റൈലിഷ് ലൊക്കേഷനായിരുന്നു അഞ്ജുന ബീച്ച്. ഫോറിനേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഞ്ജുന ബീച്ചിന് അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്ന് പറയുന്നത് അഞ്ജുന ഫ്ലീ മാർക്കറ്റും അതുപോലെ ചപ്പോര ഫോർട്ടുമാണ്. ഇവിടുത്തെ പഴയ പ്രതാപമെല്ലാം പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബീച്ച് ഇപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് മാത്രമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, മണ്ണൊലിപ്പ് കാരണം ബീച്ചിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ത്രില്ല് ശരിക്കും ഇല്ലാണ്ടായി. 1993 ഞാനിവിടെ എൻ്റെ കൂട്ടുകാരോടൊപ്പം വന്നിട്ടുണ്ട്. അന്ന് ഇത് ഒരു അടിപൊളി ബീച്ചായിരുന്നു. അതുപോലെ അഞ്ജുന ബീച്ച് ഞങ്ങൾ അന്ന് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. കാരണം കുറേ ഫോറിനേഴ്സും ഈ മാർക്കറ്റും അതുപോലെ ബീച്ച് ഏരിയയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണണമെന്നുണ്ടെങ്കിൽ 1993 അന്നത്തെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് കണ്ടു നോക്കൂ. കാരണം ആ സ്ഥലം കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. ഇത്രയും മാറ്റം ഇപ്പോൾ ഗോവയിൽ പോയതിൽ മറ്റ് ബീച്ചിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റമാണ് അഞ്ജുന ബീച്ചിൽ കണ്ടിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് സ്ഥലം മാറിയിരിക്കുന്നു. ആ റോക്സ് ഫോർമേഷനൊക്കെ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ അവിടെ എല്ലാം കല്ല് കെട്ടി ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം നേരത്തെ റോക്സ് ആയിരുന്നു. ആ ഫോട്ടോയാണ് ഈ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ബീച്ച് സൈഡ് വളരെ കുറച്ചാണ്.
അതുപോലെ താഴേക്ക് പോകുന്ന ഭാഗവും വളരെ കുറവാണ്. പാറകളും അതുപോലെ പാറക്കെട്ടുകളുമുള്ള ഒരു കടൽ തീരമാണ് അഞ്ജന ബീച്ച്. ബീച്ച് ഏരിയ വളരെ കുറവാണെങ്കിലും ഇവിടെ വിവിധ ബാറുകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ബീച്ച് നൈറ്റ് ലൈഫിന് പേരുകേട്ടതാണ്. ഇതിപ്പോൾ ഓഫ് സീസണിൽ വന്നതുകൊണ്ടാണ് ഇവിടെ അത്ര വലിയ ഒന്നും കാണാനില്ലാത്തത്. അതേസമയം പീക്ക് സീസണിൽ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട്. ഇവിടെ ഷാക്സും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവും. ഞാൻ ഈ നടക്കുന്ന ഭാഗത്തൊക്കെ ആയിരുന്നു ശരിക്കും റോക്ക് ഫോർമേഷൻ ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചത്. ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പം നമുക്ക് കാണുമ്പോൾ ആ ഒരു പഴയ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തിര ഇവിടെ വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇനിയും മണ്ണ് ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാണോന്നറിയില്ല. വാട്ടർ സ്പോർട്സിനും ഫോട്ടോഗ്രാഫിക്കും ഈ ബീച്ച് വളരെ ഫേമസ് ആണ്. ഡേഞ്ചറസ് വേവ്സ് ആണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അതുപോലെ ഈ കല്ലുകളൊക്കെ വളരെ ഷാർപ്പാണ്. പാറകൾ കാലിൽ കൊണ്ടുകയറാനും അതുപോലെ മുറിവുണ്ടാവാനും വളരെ ചാൻസ് കൂടുതലാണ്. കാരണം അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആണ് ഇതിനുള്ളത്. അതുപോലെ കൂടുതൽ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരവിടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് മുന്നിലോട്ട് പോകരുത്. പക്ഷേ ആൾക്കാർ വീണ്ടും പോകുന്നുണ്ട്. അപകടം വരുത്തി വെക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടുത്തെ വേവ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നിട്ടും അഞ്ജന ബീച്ച് വാട്ടർ സ്പോർട്സിന് പേരുകേട്ടതാണ്. ജെറ്റ് സ്കീയിങ്, ബനാന ബോട്ട് റൈഡ്, പാരാസെയിലിങ് എന്നിവ ടൂറിസ്റ്റ് സീസണിലുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ല. പിന്നെ ഫുഡ്, ലിക്കറൊക്കെ അല്പം മിതമായ നിരക്കിൽ ഇവിടെ കിട്ടും. പിന്നെ കഫേകൾ, ഹട്ടുകൾ, ഷാക്കുകൾ ഒക്കെ അപ്പോൾ ഉണ്ടാകും. അഞ്ജന ബീച്ചിലെ വെനസ്ഡേ ഫ്ലീ മാർക്കറ്റ് ഉള്ളപ്പോൾ ഇവിടെ സ്കൾപ്ചേഴ്സ്, ശില്പങ്ങൾ, ബോഹോ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, സ്പൈസസ്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് വന്നിട്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇതൊക്കെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വിലയ്ക്ക് ഇവിടെ കിട്ടും. പിന്നെ ശ്രീരാമ ടെമ്പിള്, മഹാദേവ ടെമ്പിള്, കുടേശ്വര ടെമ്പിള്, ഭൂമിക ടെമ്പിള്, സെൻറ്റ് ആൻ്റണീസ് ചർച്ച്, കലങ്കുഡ് ബീച്ച്, ബാഗ ബീച്ച്, വാഗേട്ടർ ബീച്ച്, ചപ്പോര ഫോർട്ട്, ഗോവ മ്യൂസിയം ഇതൊക്കെ ഇതിനടുത്താണ്. ഞങ്ങളിപ്പോൾ അഞ്ജന ബീച്ചിൽ നിന്നും വഗേറ്റർ ബീച്ചിലേക്കാണ് പോകുന്നത്. അഞ്ജന ബീച്ചിൽ നിന്നും വഗേറ്റർ ബീച്ചിലേക്കുള്ള ദൂരം ഏകദേശം 4 കിലോമീറ്ററാണ്. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചേരാം. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ. അവിടെ നിർത്തിയതിന് ശേഷം നമുക്ക് മുന്നോട്ട് നടന്നു പോകണം. ഗോവയിലെ എല്ലാ ബീച്ചിലെയും പോലെ തന്നെ ഇവിടെയും കുറേ സ്റ്റോൾസുകളുണ്ട്. ഇവിടെ നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്താം. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ഭക്ഷണശാലകളുണ്ട് ഇവിടെ. സ്റ്റാളുകൾ വളരെ കൂടുതലാണ് ഇവിടെ മറ്റ് ബീച്ചിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ വാഗേട്ടർ ബീച്ചിൽ എത്താൻ നമുക്ക് ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമിൽ നിന്ന് വാഗേട്ടർ ബീച്ചിലേക്കുള്ള ദൂരം ഏകദേശം 16 കിലോമീറ്ററാണ്. ടാക്സി അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് വെഹിക്കിളിൽ എത്തിച്ചേരാം. മാപ്സയിൽ നിന്നും കലങ്കുഡിലേക്ക് ധാരാളം ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ താമസിക്കാൻ കഴിയുന്ന നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഗസ്റ്റ് ഹൗസുകളും ഈ ബീച്ചിന് സമീപത്ത് തന്നെയുണ്ട്. കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ബീച്ച് സൈഡിലേക്ക് പോകുന്ന വഴിയിൽ നിരവധി ഷോപ്സുകളുണ്ട്. ഇതുപോലെ വാഗേട്ടർ ബീച്ചിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ചപ്പോര ഫോർട്ട്. മോഡറേറ്റ്ലി ഒരു ചലഞ്ചിങ് ട്രയലാണിത്. ഒരു 50-55 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം. ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ റൂട്ട്. ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ പക്ഷികളെ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ശരിക്കും ഇഷ്ടപ്പെടും ഈ റൂട്ട്. വർഷം മുഴുവനും ഈ റൂട്ട് തുറന്നിരിക്കുന്നുണ്ട്. ഏത് സീസൺ വേണമെങ്കിലും നമുക്ക് ഇവിടെ പോകാം. ഇത് വാഗേറ്റർ ബീച്ചാണ്. ഇത് നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ജൂലൈയിൽ ഓഫ് സീസണിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർത്ത് ഗോവയിലെ സിംഗേരിയും കണ്ടോലിയും കലങ്കൂട് ബാഗ അഞ്ജന ബീച്ചിൻ്റെ എൻഡിലാണ് വാഗേറ്റർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. മോർജിമ്പിൽ നിന്നും ചപ്പോര നദിയാൽ ഇത് വേർതിരിക്കപ്പെടുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ആ കുന്നിന് മുകളിലാണ് ചപ്പോര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞാനിവിടെ നിന്ന് സൂം ചെയ്ത് കാണിക്കാം. വഗേട്ടർ ബീച്ചിൽ നിന്നും ചപ്പോര ഫോർട്ടിലേക്ക് പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതുമാത്രവുമല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് ഹൈക്കിങ്ങിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്ലാന് ഡ്രോപ്പ് ചെയ്തു. ചപ്പോര ഫോർട്ടിൻ്റെ മുകളിൽ നിന്നും വാഗേറ്ററിൻ്റെയും അതുപോലെ മോർജിം ബീച്ചിൻ്റെ മനോഹരമായ ഒരു വ്യൂ കാണാൻ കഴിയും എന്നാണ് നമ്മളുടെ ഡ്രൈവർ പറഞ്ഞത്. വാഗേറ്റർ ബീച്ചിലെ മേജർ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഗോവയിലെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ബീച്ച് എന്നാണ് വാഗേറ്റർ ബീച്ചിനെ കുറിച്ച് പറയപ്പെടുന്നത്. അതുപോലെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുത്തെ. പിന്നെ സീസണിൽ വാട്ടർ സ്പോർട്സ്, ബനാന റൈഡ്സ്, ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ട്, പാരാസെയിലിംഗ് ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണിത്. അതുപോലെ തന്നെ ഡിലീഷ്യസ് ആയിട്ടുള്ള സീ ഫുഡ് ബീച്ച് സൈഡിൽ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും കിട്ടും. അത് നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഗോവയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ബീച്ച് എന്നാണ് വഗേറ്റർ ബീച്ച് അറിയപ്പെടുന്നത്.
പിന്നെ വാഗേറ്റർ ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് നവംബർ മുതൽ മാർച്ച് വരെയാണ്. ഞങ്ങൾ വന്ന ജൂലൈയിലാണ്. അതിനാൽ ഇവിടെ മറ്റ് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നവംബർ മുതൽ മാർച്ച് വരെ ആകുമ്പോൾ ക്ലൈമറ്റും നന്നായിരിക്കും. അതുപോലെ വാട്ടർ സ്പോർട്സുകൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണത്. കണ്ടോലിം ബീച്ചിൽ നടത്തിയിരുന്ന സൺബേൺ മ്യൂസിക് ഫെസ്റ്റിവൽ 2023 അത് വാഗേറ്റർ ബീച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഗേറ്റർ ബീച്ചിന് അടുത്ത ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറയുന്നത് അഞ്ജുന ഫ്ലീ മാർക്കറ്റ്, ചപ്പോര ഫോർട്ട്, സെൻറ്റ് അലക്സ് ചർച്ച്, ഔർ ലേഡി ഓഫ് പേട്ടി, മോറിഞ്ചം ബീച്ച് എന്നിവയാണ്. വാഗേറ്റർ ബീച്ചിൽ വരുന്നവർക്ക് അഡ്വഞ്ചർ സ്പോർട്സ്, പാരാസെയിലിംഗ്, ജെറ്റ് സ്കീ, മോട്ടോർ റൈഡ്സ്, ഡോൾഫിൻ സൈറ്റിംഗ് ടൂർസ്, അതുപോലെ ട്രക്കിങ്, ചപ്പോര ഫോർട്ടിലേക്കുള്ള ട്രക്കിങ്, ലീഷർ ആക്ടിവിറ്റീസ്, സൺ ബാത്തിങ്, സ്ട്രോളിങ്, നൈറ്റ് എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ്, സൈറ്റ് സീയിങ് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും നിങ്ങളുടെ ഗോവ ട്രിപ്പിൽ വാഗേറ്റർ ബീച്ച് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വാഗേറ്റർ ബീച്ചിൽ നൈറ്റ് ലൈഫ്, ഡാൻസ്, പാട്ട്, ഹാങ് ഔട്ട്, നൈറ്റ് പാർട്ടികൾ എന്നിവയാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻസ്. സൺസെറ്റിന് ശേഷം വാഗേറ്റർ ബീച്ചിൻ്റെ സൗന്ദര്യം ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഗോവയിൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് സീസണിൽ വരിക. ഇതുപോലെ ഓഫ് സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനിയും നമ്മൾ വാഗേറ്റർ ബീച്ചിൽ നിന്ന് ബെൻസ് വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. വാഗേറ്റർ ബീച്ചിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ദയവായി വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാഗേറ്റർ ബീച്ചിൽ നിന്നും ബെൻസ് വാക്സ് മ്യൂസിയത്തിലേക്കുള്ള ദൂരം 5.2 കിലോമീറ്റേഴ്സ് ആണ്. ഏകദേശം ഒരു 13 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാലങ്കോട് അറപ്പോറ റോഡിലാണ്. അറപ്പോറയ്ക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. ഇവിടുത്തെ ടൈമിങ് രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെയാണ്. ഒരാൾക്ക് എൻട്രി ഫീസ് 250 ആണ് വാക്സ് മ്യൂസിയത്തിൽ. ഈ പ്രിമൈസസിലുള്ള അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ബെൻസ് വാക്സ് മ്യൂസിയം, അതുപോലെ കുട്ടികൾക്കുള്ള ഡാഷിംഗ് കാർ, അത് കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 9D മൂവി ഷോ, പിന്നെ ഫിഷ് അക്വേറിയം, ഓരോന്നിനും 250 ആണ് എൻട്രി ഫീസ്. വാക്സ് മ്യൂസിയം, ഫിഷ് അക്വേറിയം, 9D റൈഡ് ഇത് 600 രൂപ ഡിസ്കൗണ്ടഡ് റേറ്റിൽ കിട്ടി ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി സ്റ്റാച്യുവിന് അത്ര വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല. പിന്നെ ബരാക് ഒബാമ, ഈ സ്റ്റാച്യു വലിയ കുഴപ്പമില്ല. അടുത്തത് വ്ളാഡിമിർ പുടിൻ, അത് നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഐൻസ്റ്റീൻ ആണ്, അതും നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ശ്രീ നരേന്ദ്രമോദി. നെക്സ്റ്റ് സ്റ്റീവ് ജോബ്സ് ആണ്, അതും വലിയ കുഴപ്പമില്ല. നെക്സ്റ്റ് ഈസ് വിരാട് കോഹ്ലി. പിന്നെ ലയണൽ മെസ്സി. അടുത്തത് രൺബീർ കപൂർ, അതും വലിയ കുഴപ്പമില്ല. അടുത്തത് ഷാറൂഖ് ഖാൻ. അയ്യോ, അമിതാഭ് ബച്ചനെ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? കോൻ ബനേഗ കരോഡ്പതി എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇത് അമിതാഭ് ബച്ചനാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അമിതാഭ് ബച്ചനെ വെറും കോമഡി പീസാക്കി കളഞ്ഞു. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് മിസ്റ്റർ ബീൻ, റോവാൻ അറ്റിങ്സൺ, ഇത് വളരെ നന്നായിട്ടുണ്ട്. അടുത്തത് ഹാരി പോട്ടർ, അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ജാക്കി ചാൻ, അത് നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അമീർ ഖാനെ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിൽ സ്മിത്ത് പെർഫെക്റ്റാണ്. ഈ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയത്തിൽ ഇതുപോലെ ഹോളിവുഡ്, ബോളിവുഡ് ആക്ടേഴ്സ്, അതുപോലെ തന്നെ വേൾഡ് പൊളിറ്റീഷ്യൻസ് എന്നിവരുടെയൊക്കെ സ്റ്റാച്യുകളാണ് ഉള്ളത്. ഇതിൽ അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ, നരേന്ദ്രമോദി ഇവരെയാണ് ഇന്ത്യൻ പേഴ്സണാലിറ്റീസിൽ വളരെ മോശമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വന്നു പോകും, ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രൂസ് വില്ലിസ് നന്നായിട്ടുണ്ട്. സ്കാർലറ്റ് ജോൺസൺ, റോബർട്ട് ഡൗണി, ജെയിംസ് ബോണ്ട്, ഡാനിയൽ ക്രെയ്ഗ്, ബ്രാഡ് പിറ്റ്, ആഞ്ചലിന ജോളി, മഡോണ. ഹോളിവുഡ് സെലിബ്രിറ്റീസിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിയനാർഡോ ഡിക്കാപ്രിയോ. അയ്യോ, സുന്ദരനായ ടോം ക്രൂസിനെ നശിപ്പിച്ച് കളഞ്ഞു. എനിക്ക് ഈ വാക്സ് മ്യൂസിയം കണ്ടിട്ട് നമ്മുടെ സമയവും പണവും കളയാമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. 250 രൂപ എൻട്രി ഫീസ് കൊടുത്ത് ഈ വാക്സ് മ്യൂസിയം ഒരിക്കലും വർത്ത് വാച്ചിങ് അല്ല. ഈ സമയം കൊണ്ട് കലങ്കോട്ടിൽ കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ വേറെയുണ്ട്. ഗോവ ട്രിപ്പിൽ കലങ്കോട് വരുമ്പോൾ നിങ്ങൾക്ക് അധികം സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒഴിവാക്കുന്നതായിരിക്കും വളരെ നല്ലത്.
അതല്ല അധികം സമയവും പൈസയും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പോകാം, അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് പല സ്റ്റാച്യുകളും വളരെ മോശമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അല്പം മെച്ചമെന്ന് പറയുന്നത് ഹോളിവുഡ് സെലിബ്രിറ്റീസാണ്. ഇനിയും നമ്മൾ 90 സിനിമ കാണാൻ പോവുകയാണ്. അതിനുള്ളിൽ കംപ്ലീറ്റ് ഡാർക്കാണ്, അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. സിനിമ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും നമ്മൾ ഫിഷ് അക്വേറിയം കാണാൻ പോവുകയാണ്. ഇനിയും നമുക്ക് അക്വേറിയത്തിലെ കാഴ്ചകൾ കാണാം. 250 ആണ് ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ഫീസ്. പിന്നെ എല്ലായിടത്തും എല്ലാ മീനുകളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടോ, മനുഷ്യനൊക്കെ തിന്നണേ. നമ്മുടെ കോണ്ടം ഫിഷല്ലേ അല്ലേ? അക്വേറിയം എനിക്ക് വലിയ താല്പര്യമില്ല. മുള്ളംപൊലി നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ. നോക്ക്, ശരി. അലിഗേറ്റർ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അലിഗേറ്റർ അലിഗേറ്റർ Which one? Giant fish. ഇത് അലിഗേറ്റർ. കുഞ്ഞാണോ? കേട്ടോ, ലോബ്സ്റ്റർ ഫിഷ്. എന്താ ഭംഗിയല്ലേ? ഇത് കൊള്ളാല്ലേ?
ഞങ്ങളുടെ ഗോവയിലെ അവസാന ദിവസമാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 9:15 അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ സൗത്ത് ഗോവയിൽ ചില സ്ഥലങ്ങൾ കണ്ടിട്ട് എയർപോർട്ടിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ടാക്സി ഫെയർ 3500 പറഞ്ഞിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഗോവയിലെ ചില സ്ഥലങ്ങൾ കണ്ടാണ് പോകുന്നത്. ആദ്യം പോകുന്നത് ഓൾഡ് ഗോവയിലെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് കാണാനാണ്. എസ്ട്രേല ദൊമാർ റിസോർട്ടിൽ നിന്നും സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലേക്കുള്ള ദൂരം ഏകദേശം 24 കിലോമീറ്ററാണ്. ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം. आपका नाम सूरज. ओके, ये ना गोवा से ही है ना? या born and brought up in Goa. ഇപ്പോൾ സമയം 1:24 സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിനെ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ഗ്രേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ചർച്ച് ഓൾഡ് ഗോവയിലെ വെൽഹ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് 1597 1602 ഇടയിലാണ്. അഗസ്റ്റീനിയൻ വിശ്വാസികളാണ് ഇത് നിർമ്മിച്ചത്. ഈ പള്ളി ഒരിക്കൽ ലോകത്തെ തന്നെ 3 വലിയ മഹത്തായ അഗസ്റ്റീനിയൻ പള്ളികളിൽ ഒന്നായിരുന്നു. നിർഭാഗ്യവശാൽ 1835 പോർച്ചുഗീസുകാരുടെ ഓരോ നയങ്ങൾ കാരണം അക്കാലത്തെ പോർച്ചുഗീസ് സർക്കാർ 1832 അഗസ്റ്റ്യൻകാരുടെ ആരാധനാക്രമങ്ങൾ നിരോധിക്കുകയും അങ്ങനെ അവരുടെ കാര്യങ്ങൾ താളത്തിലായി പള്ളി പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. പിന്നീട് കാലക്രമേണ ഇത് നശിച്ചുപോയി. ശരിക്കും അധപ്പതനത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നതാവും ശരി. 1835 ആയപ്പോഴേക്കും ഗോവയിലെ എല്ലാ അഗസ്ത്യന്മാരും അവിടെ നിന്ന് പോകാൻ നിർബന്ധിതരായി. സെൻറ്റ് അഗസ്റ്റിൻ പള്ളി പിന്നീട് ഉപയോഗശൂന്യമായി. അവസാനം 1842 പള്ളിയുടെ കൂറ്റൻ ടവർ തകർന്നു വീണു. യഥാർത്ഥത്തിൽ അവർ ലേഡി ഓഫ് ഗ്രേസ്, സെൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ്റ്, പോപ്പുലർ കോളേജ്, സെൻറ്റ് ഗിൽഹെർമിലെ സെമിനാരി എന്നിവ ഉൾപ്പെടുന്ന ഈ പള്ളി സമുച്ചയം പുതിയ കാലഘട്ടത്തിലെ മഹത്തായ കത്തീഡ്രലുകളുമായി താരതമ്യപ്പെടുത്താവുന്ന ആകർഷകമായ സ്ട്രക്ചറായിരുന്നു. ഈ കാണുന്ന അവശേഷിക്കുന്ന ടവർ ലാറ്ററൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഇന്നത്തെ ടവറിൻ്റെ ഈ ഭാഗം ഇപ്പോൾ പള്ളിയുടെ ഒരു പ്രധാന അവശിഷ്ടമാണ്. പള്ളിക്ക് 4 ടവറുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ അവശേഷിക്കുന്ന ടവറിന് 46 മീറ്റർ ഉയരമുണ്ട്. ലാറ്ററൈറ്റ് കൊണ്ട് നിർമ്മിച്ച 4 നിലകളുള്ള സ്ട്രക്ചറാണ് ഇതിനുള്ളിൽ 8 ചാപ്പലുകളും 4 അൾത്താരകളും ഒരു കോൺവെൻറ്റും ഉണ്ടായിരുന്നു എന്ന ആർക്കിയോളജിക്കൽ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയുടെ നിലവറ നിർമ്മാണ വേളയിൽ വളരെയധികം വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ 2 തവണ ഈ ടവർ നിലം പതിച്ചു എന്നാണ് രേഖകൾ പറയുന്നത്. അതായത് 1931 1938. 1986 യുനെസ്കോ ഈ പള്ളിയുടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ ലോക പൈതൃക സ്ഥലമായി അംഗീകരിച്ചത്. അതിനുശേഷം ഈ പള്ളിക്ക് അതിൻ്റെ പ്രാധാന്യം കൂടി വന്നു. 8 ചാപ്പലുകൾ, 4 അൾത്താരകൾ, അതിമനോഹരമായ കൊത്തുപണികൾ എന്നിവയാൽ അലങ്കരിച്ച പള്ളിയുടെ ഉൾഭാഗം കാലക്രമേണ തകർന്നു. ഇപ്പോൾ ആകാശത്തേക്ക് തുറന്നു നിൽക്കുന്ന ഈ ഭാഗം ഈ കോൺവെൻറ്റ് 3 ലെവലായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ക്ലോയിസ്റ്റേഴ്സ്, കോറിഡോർ, റെഫെക്ടറി, ഗസ്റ്റ് ഹൗസ്, ആശുപത്രി തുടങ്ങിയ വിവിധ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക പള്ളികളിലും ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. പക്ഷേ ഇവിടെ അധികം ആൾക്കാർ വരാറില്ല. അഗസ്റ്റിൻ ടവർ വളരെ കുറച്ച് ആളുകൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. ഈ പള്ളിക്ക് ജോർജിയയുമായി ഒരു ബന്ധം ഉണ്ടെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. ജോർജിയ എന്ന് പറയുമ്പോൾ റഷ്യയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജോർജിയയാണ്, അമേരിക്കയിലെ ജോർജിയ അല്ല. ജോർജിയയുടെ കിഴക്കൻ ഭാഗത്തുള്ള രാജ്യമായിരുന്ന കത്തേയിലെ രാജ്ഞിയായിരുന്നു. 1614 ഇറാനിയൻ സൈന്യം കത്തേയെ ആക്രമിക്കുന്നതിന് തടയുന്നതിന് അന്നത്തെ ജോർജിയയിലെ രാജ്ഞിയുടെ മകൻ ടൈമുറാസിനെ ഒരു ചർച്ചയ്ക്കായി അയച്ചു. അവസാനം രാജ്ഞിയെ ഇറാൻ്റെ ഷാ അബ്ബാസ് ബന്ദിയാക്കി അവർ സ്വയം കീഴടങ്ങുകയായിരുന്നു. 1624 ഷാ അബ്ബാസ് ഒന്നാമന് ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ രാജ്ഞിയോട് ആജ്ഞാപിക്കുകയും പിന്നീട് വർഷങ്ങളോളം കേത്തവാൻ ഇറാനിലെ ഷിറാസിൽ തടവുകാരിയായിട്ട് തുടർന്നു. ക്രിസ്തുമതം മാറി ഇസ്ലാം മതം സ്വീകരിക്കാൻ കേത്തവാൻ വിസമ്മതിച്ചപ്പോൾ അബ്ബാസ് ഒന്നാമൻ അവരെ മരിക്കുന്നവരെ പീഡിപ്പിച്ച് കൊന്നു എന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത്. അങ്ങനെ ജോർജിയയിലെ രാജ്ഞി രക്തസാക്ഷിയായി എന്ന് അറിയപ്പെടുന്നു. അഗസ്തീനിയൻ വിശ്വാസികളും അതുപോലെ തന്നെ ജോർജിയയിലെ രാജ്ഞിയുടെ സുഹൃത്തുക്കളും അവരുടെ ശരീരാവശിഷ്ടങ്ങളുടെ കുറച്ച് ഭാഗം ജോർജിയയിലെ അലവഡി ആശ്രമത്തിലേക്കും ചിലത് ഓൾഡ് ഗോവയിലെ സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയിലേക്കും കൊണ്ടുവന്നു. ഈ കാണുന്നതാണ് രാജ്ഞിയുടെ ശവകുടീരം. ആർക്കിയോളജി നടത്തിയ സർവേയിലും പഠനത്തിലും പള്ളിയുടെ പുരാവസ്തു ഗവേഷണത്തിലും കേതവാൻ രാജ്ഞിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. 1965 സസ്പെൻസ് ത്രില്ലറായ ഗുംനാം എന്ന ചിത്രത്തിലെ ഗുംനാം ഹേ കോയ് എന്ന സോങ്, അതുപോലെ ബോളിവുഡ് ഹിറ്റ് സിനിമയായ സിംഗത്തിലെ സാത്യ എന്ന സോങ്ങും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇനിയും നമ്മൾ ഗോവയിൽ വന്നിട്ട് നമ്മൾ ലിക്കർ വാങ്ങാതെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗോവയിലെ ഫേമസ് ആയ മഹാരാജ വൈൻ ആൻഡ് കാഷ്യൂലാണ് വന്നിരിക്കുന്നത്. ഈ ഷോപ്പ് കലങ്കോട് അഞ്ജുന റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സ്റ്റാർലൈറ്റ് റെസ്റ്റോറൻറ്റിന് സമീപമാണ്. ഈ ഷോപ്പ് ഗോവയിലെ കലങ്കോട്ടിലെ ഏറ്റവും വലിയ ഒരു ലിക്കർ ഷോപ്പാണ്. ഇവിടെ
ദേശി, സ്വദേശി, വിദേശി എല്ലാ മദ്യവും ജെന്യൂനായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഒറിജിനലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് വാങ്ങാം. ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള മറ്റ് ലിക്വർ ഷോപ്പുകൾ മഹാരാജ വൈൻസ് ഈ കലങ്കോട് അഞ്ചിന റോഡിലുള്ളത്, പിന്നെ പഞ്ചിമിൽ ടോം വൈൻസ് ഉണ്ട്, പിന്നെ കലങ്കോട് ബീച്ചിൽ DK നിയോ വൈൻ സ്റ്റോർ ഉണ്ട്, പിന്നെ കലങ്കോട് ജംഗ്ഷനിൽ ക്യാപിറ്റൽ വൈൻ സ്റ്റോർ ഉണ്ട്. പിന്നെ ഗോവയിൽ വരുന്നവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ഗോവയിൽ നിന്നും ലിക്വർ വാങ്ങി മറ്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ മദ്യം കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ സ്റ്റേറ്റുകളുണ്ട്. അതായത് ബീഹാർ, ഗുജറാത്ത്, നാഗാലാൻഡ്, മിസോറാം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ലിക്വർ നിരോധിച്ചിട്ടുണ്ട്. സോ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഈസിയായി കൊണ്ടുപോകാൻ പറ്റുന്നത് ഫ്ലൈറ്റിലാണ്. ഞങ്ങൾ ഗോവയിൽ വന്നത് ഇൻഡിഗോ എയറിലാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക്, അതുപോലെ തിരിച്ചു പോകുന്നതും ഇൻഡിഗോ എയറിലാണ്. ഇവിടെ ഷോപ്സിലും അതുപോലെ തന്നെ എയർലൈൻ ഓഫീസിലും വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചെക്ക് ഇൻ ബാഗേജിൽ നമുക്ക് 5 ലിറ്റർ വരെ കൊണ്ടുപോകാം. 5 ലിറ്റർ എന്ന് പറയുന്നത് ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ വൈൻ ഷോപ്പിൽ കൗണ്ടറിൽ നമ്മൾ അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുപ്പി നല്ലതുപോലെ പാക്ക് ചെയ്ത് തരും. ഇത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ബബിൾ കവറുകളിൽ പാക്ക് ചെയ്ത് നമുക്ക് തരും. ഞങ്ങൾക്ക് അങ്ങനെയാണ് തന്നത്. ഇത് വളരെ സേഫായിട്ടുള്ള രീതിയാണ്. ഇതുപോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഇൻ ബാഗേജിൽ നമുക്ക് 5 ലിറ്റർ വരെ കൊണ്ടുപോകാം. അതായത് ആൽക്കഹോൾ കണ്ടൻറ്റ് 70% കൂടരുത് എന്നുണ്ട്. നോർമലി ഒരു 40% to 45.5% ആണ് ഇവിടെയുള്ള ലിക്വറിൽ കാണാറുള്ളത്. പിന്നെ ക്യാബിൻ ബാഗേജിൽ ലിക്വർ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മദ്യം കൊണ്ടുപോകുന്നതിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം ഫ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഷോപ്പിൽ നിന്നും അവർ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പർച്ചേസ് ബില്ലുകൾ തരും. ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം ഇത് എയർപോർട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ എല്ലാവരുടെയും സംശയം ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ, കാറിൽ, നമ്മുടെ പേഴ്സണൽ വെഹിക്കിളിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ലിക്കർ ഷോപ്പുകളിൽ പറയുന്നത് നിങ്ങൾക്ക് 2 ലിറ്റർ വരെ കൊണ്ടുപോകാം എന്നാണ്. പക്ഷേ അതിന് മുതിരാതിരിക്കുക. കാരണം ഇത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ബസ്സിലും ട്രെയിനിലും കാറിലും ഒക്കെ പോകുന്ന സമയത്ത് സ്ഥിരം ചെക്കിംഗ് ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് ഒന്നുകിൽ കേസെടുക്കും, അല്ലെങ്കിൽ കൈക്കൂലി ചോദിക്കും, അതല്ലെങ്കിൽ സാധനം കണ്ടുകിട്ടും. ഇതിനൊക്കെ മുതിരാതിരിക്കുക. പിന്നെ ഷോപ്പിൽ നിന്ന് അവർ പറയും നമുക്ക് ലിക്വർ പാസ് ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി അടച്ച് റെസിപ്റ്റ് കാണിച്ചാൽ മതി എന്നൊക്കെ അവർ പറയും. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ല. അതൊന്നും വാലിഡുമല്ല. ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ടാകും. സോ ഹെവി ഫൈന്, സാധനം കണ്ടുകെട്ടുക, പോലീസ് കേസ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഫ്ലൈറ്റിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവരൊന്നും നമ്മളോട് ചോദിച്ചിട്ടുമില്ല. ചെക്ക് ഇൻ ലഗേജിൽ നമുക്ക് 5 ലിറ്റർ വരെ കൊണ്ടുപോകാനും പറ്റും. പിന്നെ പലരും ചോദിക്കുന്നത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാമെങ്കിൽ എന്തുകൊണ്ട് ട്രെയിൻ അല്ലെങ്കിൽ കാറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല? ഈ 2 മാർഗ്ഗത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ലീഗലായിട്ട് ലിക്കർ കടത്തുന്നത്. ഫ്ലൈറ്റിലായാലും ശരി, ട്രെയിനിലായാലും ശരി, അതല്ല റോഡ് വഴിയാണെങ്കിലും ശരി, നിയമപരമായ വശങ്ങൾ എപ്പോഴും മനസ്സിലാക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ യാത്രയിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഇരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാത് സ്റ്റേറ്റിലെ നിയമങ്ങൾ പാലിക്കുക. ഇനിയും നമ്മൾ ഇവിടുന്ന് പോകുന്നത് ആർക്കിയോളജിക്കൽ മ്യൂസിയം, അതുപോലെ ബസിലിക്ക ഡോം ജീസസ്, അവിടേക്കാണ് പോകുന്നത്. അതിവിടെ അടുത്ത് തന്നെയാണ്. അഗസ്റ്റിൻ ടവറിൽ നിന്ന് ഒരു 600 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അവിടേക്ക്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓൾഡ് ഗോവയിലെ ടൂറിസ്റ്റുകൾ വളരെയധികം വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ബസിലിക്ക ഡോം ജീസസും അതുപോലെ ഗോവയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയവും. കോൺവെൻറ്റിനും സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ചർച്ചിനും പിന്നിലായിട്ടാണ് ഗോവയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണകാലത്ത് പ്രധാനപ്പെട്ട പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. 8 ഗാലറികളായിട്ടാണ് മ്യൂസിയം തരംതിരിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഗോവയിലെ വൈസ്രോയിമാരുടെയും ഗവർണറുടെയും ഛായാചിത്രങ്ങൾ, സ്റ്റാമ്പുകൾ, അതുപോലെ മതപരമായ കുറേ വസ്തുക്കൾ ഇവിടെയുണ്ട്. ഈ മ്യൂസിയം ചരിത്രപ്രസിദ്ധമായ ഓൾഡ് ഗോവയിലെ വെൽഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിനുള്ളിൽ പണ്ട് ക്യാമറ അലോഡായിരുന്നു, ഇപ്പോൾ അലോഡല്ല. ആയതിനാൽ അതിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. ഈ മ്യൂസിയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശന സമയം. വെള്ളിയാഴ്ചകളിൽ അവധിയാണ്. ഈ മ്യൂസിയം ചരിത്രാതീത കാലം മുതൽ മധ്യകാല ഗോവൻ ചരിത്രം വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ ഹൈലൈറ്റുകളിൽ ശില്പങ്ങൾ, സതി സ്റ്റോണുകൾ, വെങ്കല പ്രതിമകൾ, ഛായാചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1964 ഈ മ്യൂസിയം സ്ഥാപിച്ചത്. അതിനുശേഷം 1982 കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു. ഈ മ്യൂസിയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ പരിപാലിക്കുന്നത്. നിങ്ങൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഗോവയിൽ വരുമ്പോൾ ഈ മ്യൂസിയം കാണാൻ മറക്കരുത്. ഇവിടുത്തെ ഒരു 360 വ്യൂ ഞാൻ കാണിച്ചു തരാം. വളരെ ഭംഗിയാണ് കാണാനിത്.
ഇത് ബസിലിക്ക ബോം ജീസസ് ചർച്ചാണ്. ഹായ് ഹായ്, ഹൗ ആർ യു? ടാറ്റാ. Come, 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 come. Ta-da. ഇനിയും നമ്മൾക്ക് ഓൾഡ് ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച് കാണാം. അതും ഇതിനടുത്ത് തന്നെയാണ്. ഈ ചർച്ച് മാണ്ഡോവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമാണ് ഇത്. 1552 ചൈനയിലേക്കുള്ള യാത്രയ്ക്കിടെ അന്തരിച്ച ഗോവയുടെ രക്ഷാധികാരിയായ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ബോഡി റിമെയിൻസ് ഇവിടെയുണ്ട്. 1594 മുതൽ 1605 വരെയാണ് ഈ ചർച്ച് നിർമ്മിക്കാൻ സമയമെടുത്തത്. 1946 ഒരു മൈനർ ബസിലിക്കയായി ഇത് മാറി. കറുത്ത ഗ്രാനൈഡ് ഫെയ്ഡിൽ ഡോറിക് കൊരിന്ത്യൻ കോമ്പസിറ്റ് ശൈലികളാണ് ഇതിൽ ഉള്ളത്. രാവിലെ 9 മുതൽ വൈകിട്ട് 6:30 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയും ഈ ചർച്ച് തുറന്നിരിക്കും. പ്രവേശനം സൗജന്യമാണ്. കൂടാതെ ഇതിനുള്ളിൽ തന്നെ ഒരു ആർട്ട് ഗ്യാലറിയുമുണ്ട്. മ്യൂസിയത്തിനുള്ളിൽ പണ്ട് ക്യാമറ അലൗഡായിരുന്നു, അതുപോലെ തന്നെ ചർച്ചിനുള്ളിലും. ഇപ്പോൾ അലൗഡല്ല, ആയതിനാൽ അതിനുള്ളിലെ കാഴ്ചകളൊന്നും തന്നെ നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം ഇപ്പോഴും ഗോവയിലെ ഈ ബോം ജീസസ് ബസിലിക്കയിലെ ഒരു വെള്ളിപ്പേടകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത ദിവസമായ ഡിസംബർ 3 ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ മരണത്തെ ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ മരിക്കുന്നത് 1552 ഡിസംബർ 3 ഇപ്പോൾ 472 വർഷമായി. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ മൃതദേഹം ഓരോ 10 വർഷത്തിലും വിശ്വാസികൾക്കായി പൊതുദർശനം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ചർച്ചിനുള്ളിൽ കയറിയാൽ ഇവിടുത്തെ ആർക്കിടെക്ചറും അതുപോലെ ചർച്ചിലെ അറ്റ്മോസ്ഫിയറും നമുക്ക് നല്ല പീസ് ഓഫ് മൈൻഡ് തരും. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഓൾഡ് ഗോവയിലെ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയവും അതുപോലെ തന്നെ ബസിലിക്ക ഡെ ബോം ജീസസും തീർച്ചയായും കണ്ടിരിക്കണം. പഴയ ഗോവയിലെ പാനാജിയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇത് യുനെസ്കോയുടെ ലോക പൈതൃകമായ സ്മാരകമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതിനുശേഷം ബസിലിക്ക ഓഫ് ബോം ജീസസും കണ്ട ശേഷം ഇനി നമ്മൾ പോകുന്നത് ഗോവയിലെ പ്രസിദ്ധമായ മങ്കേഷ് ടെമ്പിളിലേക്കാണ്. ഇവിടെ നിന്നും മങ്കേഷ് ടെമ്പിളിലേക്കുള്ള ദൂരം ഏകദേശം 11.5 കിലോമീറ്ററാണ്. ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം. നോർത്ത് ഗോവയിലെ പോണ്ട താലൂക്കിൽ മങ്കേഷി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മങ്കേഷി ടെമ്പിൾ. ഗോവയുടെ തലസ്ഥാനമായ പാനാജിയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം ഏകദേശം 22 കിലോമീറ്ററും മഡ്ഗാവിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം 26 കിലോമീറ്ററുമാണ്. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലും ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും ഒന്നാണ് മങ്കേഷി ക്ഷേത്രം. ശിവൻ്റെ ഒരു രൂപമായ മങ്കേഷി ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗോവയിലെ അനേകം ഹിന്ദുക്കളുടെ കുലദൈവം കൂടിയാണ് മങ്കേഷി ഭഗവാൻ, പ്രത്യേകിച്ചും കൊങ്കണി സരസ്വത ബ്രാഹ്മണരുടെ. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും വിടാറില്ല. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നടന്ന അമ്പലത്തിലേക്ക് പോകണം. ഗോവയിലെ മങ്കേഷി ക്ഷേത്രത്തിന് ഹിന്ദു പുരാണങ്ങളിൽ വേരൂന്നിയ ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. 1560 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഭഗവാൻ മങ്കേഷിന് ശിവൻ്റെ ഒരു അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ഈ ക്ഷേത്രത്തിന് മങ്കേഷി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു. ഭഗവാൻ മങ്കേഷിനായിട്ടാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. കഥ ഇങ്ങനെയാണ്. പരമശിവൻ ഒരു ദിവസം തമാശയ്ക്ക് വേണ്ടി പാർവതിയെ ഭയപ്പെടുത്താൻ ഒരു കടുവയുടെ രൂപത്തിൽ വരികയും ഇത് കണ്ടു പേടിച്ച പാർവതീദേവി ഭയത്തോടെ വിറയ്ക്കുകയും തൻ്റെ ഭർത്താവായ പരമശിവനെ ത്രാഹി മാ ഗിരീഷ എന്ന് നിലവിളിക്കുകയും സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. പാർവതിയുടെ സ്നേഹവും ഭക്തിയും കണ്ട് പരമശിവൻ തൻ്റെ യഥാർത്ഥ രൂപം കൈക്കൊള്ളുകയും ത്രാഹി മാ ഗിരീഷ എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതങ്ങളുടെ ദേവ എന്നാണ്. ഈ 3 വാക്കുകൾ പിന്നെ മാം ഗിരീഷ ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലക്രമേണ അവ പരിണമിച്ച് ഇന്ന് നമുക്കറിയാവുന്ന മങ്കേഷ് എന്ന പേരിലെത്തി എന്നാണ് ഐതിഹ്യം. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉഷാസ്ഥലി എന്ന ഗ്രാമത്തിലാണ് മങ്കേഷി ക്ഷേത്രം ആരംഭിച്ചത്. സാൽസെറ്റിൻ്റെ ഭാഗമായ കോർട്ട്ലിം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 1543 സാൽസെറ്റ് പോർച്ചുഗീസ് ഭരണത്തിൻ്റെ കീഴിലായി. 1567 യൂറോപ്പിൽ നിന്നുള്ള ഇൻക്വിസിഷൻ എത്തുന്നതുവരെ ക്ഷേത്രം ശ്രദ്ധാപൂർവം സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഇത് നശീകരണത്തിലേക്കും തകർച്ചയിലേക്കും നയിച്ചു. 1560 പോർട്ടുഗീസുകാർ സാൽസെറ്റ് താലൂക്കിൽ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിന് തുടക്കമിട്ടപ്പോൾ അസ്വസ്ഥരായ വത്സഗോത്രത്തിലെ സരസ്വതർ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. അവർ മങ്കേഷ് ലിംഗത്തെ കോട്ടുമിലേക്ക് നാശിനി നദിയുടെ തീരത്ത് ഒരു യഥാർത്ഥ സ്ഥലത്ത് നിന്നും പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റി.
ഹിന്ദു രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രിയോൾ ഗ്രാമത്തിലെ ഒരു പുതിയ സ്ഥലത്തേക്കാണ് മങ്കേഷ് ലിംഗത്തെ മാറ്റിയത്. ശ്രീ മങ്കേഷിൻ്റെ വിഗ്രഹം ഒരു ക്ഷേത്ര പൂജാരിയുടെ വീട്ടിലാണ് താൽക്കാലികമായി പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം മറാത്ത ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗീസ് ഭരണത്തിൽ കീഴിൽ ക്ഷേത്രത്തിന് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഇത് 1560-ൽ അതിൻ്റെ സ്ഥാനചലനത്തിലേക്ക് നയിക്കുകയും കാലം മാറുന്നതിൽ അസ്വസ്ഥരായ സരസ്വതന്മാർ ഹിന്ദു രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രിയോൾ ഗ്രാമത്തിലെ ഒരു പുതിയ സ്ഥലത്തേക്ക് മങ്കേഷ് ലിംഗത്തെ മാറ്റി. പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടും 1739-ൽ പേർഷ്യകൾ മങ്കേഷി ഗ്രാമം ക്ഷേത്രത്തിന് സമ്മാനിച്ചു. മങ്കേഷി ഭഗവാന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാലഭൈരവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതാണിത്. 18-ാം നൂറ്റാണ്ടിൽ ഗോവയിൽ ഹിന്ദുമതം സംരക്ഷിക്കുന്നതിൽ മറാത്തകൾക്ക് നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയിൽ ഗോവൻ ക്ഷേത്രശൈലിയാണ് ഉള്ളത്. പഗോഡ മാതൃകയിലുള്ള മേൽക്കൂരയും പ്രധാന ദേവനായ മാങ്കുഷി ദേവനെ പ്രതിഷ്ഠിച്ച ഒരു ശ്രീകോവിലുമുണ്ട്. ശിവരാത്രി ഉൾപ്പെടെ വിവിധ ഉത്സവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകമായി അംഗീകരിക്കപ്പെട്ട മങ്കേഷി ക്ഷേത്രം അതിൻ്റെ പുരാതന കഥകൾ, ചരിത്രപരമായ പ്രാധാന്യം, മതപരമായ പ്രാധാന്യം, അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ, ഉത്സവങ്ങൾ ഭക്തരെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുപ്പുള്ള മാസങ്ങളാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഇവൻറ്റുകൾക്കിടയിൽ ഇടയ്ക്കിടെ സമയമാറ്റം ഉണ്ടാകാം. അതുപോലെ തന്നെ ഉത്സവ സീസണിൽ ഇടയ്ക്കിടെ സമയമാറ്റം ഉണ്ടാകും. പിന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ: ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളെ ബഹുമാനിക്കുക, ക്ഷേത്രത്തിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ശാന്തമായ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിന്, അതിന് വിഘ്നങ്ങളാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രാർത്ഥനകളും ആചാരങ്ങളും നടക്കുമ്പോൾ. ടൂറിസ്റ്റുകൾ അതുപോലെ ഭക്തർ മാന്യമായി വസ്ത്രം ധരിക്കാനും പ്രവേശിക്കുന്നതിന് മുമ്പ് ഷൂസ് അഴിക്കാനും മറക്കരുത്. ഫോട്ടോഗ്രാഫി നിയന്ത്രണങ്ങൾ ഉള്ളയിടങ്ങളിൽ അത് പാലിക്കുക. നാടാണ്. ഇവിടെ ചാർജസ് ഓഫ് സേവ അഭിഷേക് 50, അഭിഷേക്. പ്രശസ്ത ഗായികമാരായ ലതാ മങ്കേഷ്കറും അനിയത്തി ആശാ ഭോസ്ലെയ്ക്കും ഈ അമ്പലവുമായി ഒരു ബന്ധമുണ്ട്. ലതാ മങ്കേഷ്കറുടെ കുലദൈവമായിരുന്നു ഗോവയിലെ പ്രസിദ്ധമായ മങ്കേഷി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മങ്കേഷ് ഭഗവാൻ. അങ്ങനെയാണ് പരമ്പരാഗത ബ്രാഹ്മണ കുടുംബം മങ്കേഷ്കർ എന്ന കുടുംബപ്പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഗോവയിൽ വരുമ്പോൾ തീർച്ചയായും ഈ ക്ഷേത്രം സന്ദർശിക്കുക. പരമശിവനെ മങ്കേഷ് എന്ന പേരിലും ഗോവയിൽ അറിയപ്പെടുന്നത്. മങ്കേഷി ക്ഷേത്രത്തിൽ നിന്നും ഇനിയും നമ്മൾ പോകുന്നത് ബിർള രാധാകൃഷ്ണ മന്ദിറിലേക്കാണ്. മങ്കേഷി ക്ഷേത്രത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ബിർള മന്ദിർ കണ്ട ശേഷം നമ്മൾ നേരെ ദാബോലിൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ബിർള മന്ദിർ ദാബോലിൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. ദാബോലിൻ എയർപോർട്ടിൽ നിന്നും ബിർള മന്ദിറിലേക്കുള്ള ദൂരം ഏകദേശം 5.5 കിലോമീറ്ററാണ്. അതായത് ബിർള മന്ദിറിൽ നിന്നും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ദാബോലിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരാം. ഇത് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിൻ്റെ മുന്നിൽ തന്നെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടെ ഷൂവ്, ചപ്പലൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ഗോവയിലെ ബിർള രാധാകൃഷ്ണ ക്ഷേത്രം വിനോദസഞ്ചാരികൾക്കും അതുപോലെ വിശ്വാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. 2023 മെയ് 3-നാണ് ബിർള ഗ്രൂപ്പ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ഈ ക്ഷേത്രം ആധുനിക വാസ്തുവിദ്യയുടെയും പരമ്പരാഗത ഇന്ത്യൻ ശൈലിയും സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. ഭഗവാൻ കൃഷ്ണനും രാധയ്ക്കും വേണ്ടിയുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ പ്രശസ്തമായ ബിർള മന്ദിർ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള വിവിധ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ബിർള ഗ്രൂപ്പ് സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. രാധയ്ക്കും കൃഷ്ണനുമൊപ്പം ഹനുമാൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, പരമശിവൻ, പാർവതി, നന്ദി തുടങ്ങിയ ദേവന്മാരും ദേവിമാരും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നുണ്ട്. അമ്പലത്തിന് മുൻഭാഗം അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണിത് കാണാൻ. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണിത്. ഈ വരുന്ന ഫ്ലൈറ്റ് ദാബോലിൻ എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. എയർപോർട്ട് ഇവിടുന്ന് വളരെ അടുത്താണ്. കാറ്, ടാക്സി അല്ലെങ്കിൽ ബസ്സിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം.
പാനാജിയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 27 കിലോമീറ്ററാണ്. ദാബോലിൻ എയർപോർട്ടിൽ നിന്ന് നോർത്ത് ഗോവയിലോ സൗത്ത് ഗോവയിലോ പോകുമ്പോഴോ അതല്ല മടക്കയാത്രയിലോ നമുക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട്. ഗോവയിലെ വാസ്കോയിലെ ചിക്കാലിം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം വെളുത്ത മാർബിളിൽ നിർമ്മിച്ചതും അതുപോലെ ഹൈന്ദവ ദേവതകളുടെ കൊത്തുപണിയിൽ തീർത്ത ശില്പങ്ങളാണ് അകത്തും പുറത്തുമുള്ളത്. ചുവർച്ചിത്രങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ്റെയും രാധയുടെയും കഥകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശാലമായ പ്രയർ ഹാള്, ഭക്തി, മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും വേണ്ടി പറ്റിയ ശാന്തമായിട്ടുള്ള ഒരിടമാണിത്. ബിർള കുടുംബത്തിൻ്റെ ആത്മീയതയോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായ ഈ ക്ഷേത്രം ഗോവയിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്നതും ശ്രദ്ധേയമാണ്. എല്ലാ മതക്കാർക്കും വിശ്വാസികൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. അത് എല്ലാ മതങ്ങളോടും ദൈവത്തോടുമുള്ള ഐക്യവും സ്നേഹവും കൂട്ടിയുറപ്പിക്കുന്നു. അതിമനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തെയും അതുപോലെ അകത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണിത്. ഇവിടെ കൃഷ്ണനും രാധയും, ഇവിടെ ഗണപതി ഭഗവാൻ, ഇവിടെ ശ്രീരാമന്, സീത, ലക്ഷ്മണൻ. ക്ഷേത്രത്തിലെ ദർശനം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിരാവിലെയോ വൈകുന്നേരമോ സന്ദർശിക്കുക. ചൂടും തിരക്കും ഒഴിവാക്കാൻ അതിരാവിലെയോ വൈകുന്നേരം വരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വൈകിട്ടത്തെ ഇവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ്. ഈ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ ക്യാമറ അലൗഡ് അല്ല. പിന്നെ നമുക്ക് മൊബൈൽ ക്യാമറയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം, അത് അലൗഡാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ മാന്യമായി പെരുമാറുക, ക്യൂ സിസ്റ്റം പാലിക്കുക, നിങ്ങളുടെ ഫോൺ സൈലൻറ്റ് മോഡിൽ വെക്കുക, വിഗ്രഹങ്ങളിൽ അതുപോലെ റിലീജിയസ് സിംബൽസിലൊന്നും തൊടാതിരിക്കുക. പിന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ ഉത്സവങ്ങളും ഒക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ച ശേഷം ക്ഷേത്രം ദർശിക്കാനുള്ള പ്ലാനുകൾ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 12 വരെയും ഉച്ച കഴിഞ്ഞ് 3 മുതൽ രാത്രി 10 മണി വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലും ഹോളിഡേയ്സിലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണുള്ളത്. ഞങ്ങൾ വന്നത് തിങ്കളാഴ്ച ദിവസമാണ് 5:30, അതുകൊണ്ട് ഇവിടെ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. രാത്രിയിലത്തെ ഇവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ്. ഒക്കുകയാണെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ഒരു 8-9 മണിക്ക് വരിക. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഇനി നേരെ ദാബോലിം എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഗോവ കൊച്ചി ഇൻഡിഗോ ഫ്ലൈറ്റ് രാത്രി 9:20-നാണ്. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം സന്ദർശിക്കുക. നിങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ നോർത്ത് ഗോവയിലേക്കോ സൗത്ത് ഗോവയിലേക്കോ പോകുന്ന വഴിയിൽ ഈ ക്ഷേത്രം സന്ദർശിക്കാം. അതല്ലെങ്കിൽ മടക്കയാത്രയിൽ പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി ദർശനം കഴിഞ്ഞ ശേഷം പോകാം. അങ്ങനെ ഞങ്ങളുടെ 4 ദിവസത്തെ ഗോവ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് മടക്കയാത്രയിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ചെലോ ബൈ.